ഗുഡ് മോർണിംഗ് ടു ഓൾ. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ പഠിക്കാൻ പോകുന്നത് എന്താണ് ഇലക്ട്രോണിക് ചെക്ക്, എന്ത് പർപ്പസാണ് ഇലക്ട്രോണിക് ചെക്കിനുള്ളത്, ആ കാര്യമാണ് പഠിക്കാൻ പോകുന്നത്. പരമ്പരാഗതമായിട്ട് വാണിജ്യ വ്യാപാര ഇടപാടുകളുടെയും മറ്റാവശ്യങ്ങളുടെയും പൂർത്തീകരണത്തിനായിട്ട് പണപരമായിട്ടുള്ള കാര്യങ്ങൾ നേരിടേണ്ടതായിട്ട് വന്നു കഴിഞ്ഞാൽ രണ്ട് രീതിയിലുള്ള കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഒന്ന് പേപ്പർ കറൻസിയും, രണ്ടാമത്തേത് പേപ്പർ ചെക്കും. ഈ പേപ്പർ ചെക്കിൻ്റെ ഉപയോഗം തന്നെയാണ് ഡിജിറ്റലൈസ്ഡ് രൂപത്തിലുള്ള ഇലക്ട്രോണിക് ചെക്ക് അഥവാ ഈ ചെക്കിനും ഉള്ളത്. ആ കാര്യമാണ് ഇലക്ട്രോണിക് എന്താണോ നമ്മൾ പരമ്പരാഗതമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന പേപ്പർ ചെക്കിന് എന്ത് പർപ്പസാണോ ഉള്ളത്, അതേ സെയിം ഉപയോഗം തന്നെയാണ് ഇലക്ട്രോണിക് ചെക്കിനും ഉള്ളത്. ഇലക്ട്രോണിക് ചെക്ക് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ലോകത്തിൻ്റെ ഏത് സ്ഥലത്ത് നിന്നുകൊണ്ടും ഏത് സമയത്തും നമുക്ക് ഓൺലൈൻ വഴി പണമിടപാടുകൾ പൂർത്തീകരിക്കാൻ സാധിക്കും. അപ്പോൾ ആ കാര്യം എന്താ നമുക്ക് വായിച്ചു നോക്കാം. ഇലക്ട്രോണിക് ചെക്ക് ഓർ ഇ ചെക്ക് ഈസ് ദ ഇലക്ട്രോണിക് ഫോം ഓഫ് ട്രഡീഷണൽ പേപ്പർ ചെക്ക്. ഇലക്ട്രോണിക് ചെക്ക് ബേസ്ഡ് പേയ്മെൻറ്റ്സ് ആർ മെയ്ഡ് ഓവർ ദി ഇൻ്റർനെറ്റ്. അതായത് പരമ്പരാഗതമായിട്ട് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന പേപ്പർ ചെക്കിൻ്റെ അതേ സെയിം ഉപയോഗം തന്നെയാണ് ഇലക്ട്രോണിക് ചെക്ക് അഥവാ ഇ ചെക്കിനുള്ളത്. ഇത് ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടു കൂടിയാണ് ഇലക്ട്രോണിക് ചെക്ക് ഉപയോഗിച്ചുകൊണ്ട് പണമിടപാടുകളും പേയ്മെൻറ്റ്സും പൂർത്തീകരിക്കുന്നത്. ആൻഡ് ഇലക്ട്രോണിക് ചെക്ക് പെർഫോം ദ സെയിം ഫങ്ഷൻ ആസ് കൺവെൻഷണൽ പേപ്പർ ചെക്ക്, ബട്ട് ദ process is simple and fast compared to paper check. Electronic check has more security features than standard പേപ്പർ ചെക്ക്. അതായത് നമ്മൾ സാധാരണ രീതിയിൽ ഉപയോഗിക്കുന്ന പേപ്പർ ചെക്ക് എങ്ങനെയാണോ പണമിടപാടുകൾ പൂർത്തീകരിക്കുന്നത്, അതുപോലെ തന്നെയാണ് ഇലക്ട്രോണിക് രൂപത്തിലുള്ള ഈ ചെക്കും പണമിടപാടുകളെ പൂർത്തീകരിക്കുന്നത്. എന്നാൽ പേപ്പർ ചെക്കിനെ വെച്ച് നോക്കുമ്പോൾ വളരെയധികം സുരക്ഷിത മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടാണ് ഇലക്ട്രോണിക് ചെക്ക് അവതരിപ്പിച്ചിരിക്കുന്നത്. പേപ്പർ ചെക്കിനെ വെച്ച് നോക്കുമ്പോൾ കൈമാറ്റ രീതിയിലാണെങ്കിലും, അതുപോലെ തന്നെ സമയ ലാഭത്തിലാണെങ്കിലും, അതുപോലെ തന്നെ പണമിടപാടുകൾ പൂർത്തീകരിക്കുന്ന സമയത്തിലാണെങ്കിലും ഇലക്ട്രോണിക് ചെക്ക് എന്ന് പറയുന്നത് വളരെയധികം മുൻപന്തിയിൽ തന്നെയാണ് നിൽക്കുന്നത്. ഇതുകൂടാതെ തന്നെ എന്താണ്, പേപ്പർ ചെക്കിനെ വെച്ച് നോക്കുമ്പോൾ വളരെയധികം സുരക്ഷിത മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടാണ് ഇലക്ട്രോണിക് ചെക്ക് അവതരിപ്പിച്ചിരിക്കുന്നത്. ഇറ്റ് റിക്വയർ ഡിജിറ്റൽ സിഗ്നേച്ചർ ആൻഡ് ഒതൻറ്റിക്കേഷൻ. പേപ്പർ ചെക്കിനെ വെച്ച് നോക്കുമ്പോൾ മാനുവലായിട്ടാണ് ഒരു വ്യക്തി പേപ്പർ ചെക്കിൽ സൈൻ ചെയ്ത് പേയ്മെൻറ്റ്സിന് വേണ്ടി ഒരു റെസിപ്പിയൻസിനെ ഏൽപ്പിക്കുന്നതെങ്കിൽ, ഡിജിറ്റലൈസ്ഡ് രൂപത്തിലുള്ള ഇലക്ട്രോണിക് ചെക്കിൽ ആരാണോ ഈ ഒരു ചെക്കിൻ്റെ ഉടമസ്ഥൻ, അദ്ദേഹത്തിൻ്റെ ഡിജിറ്റലൈസ്ഡ് രൂപത്തിലുള്ള സിഗ്നേച്ചർ ആയിരിക്കും അതിൻ്റെ അകത്ത് അറ്റാച്ച് ചെയ്ത് പേയ്മെൻറ്റിന് വേണ്ടി റെസിപ്പിയൻസിന് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ ഉപയോഗിക്കുന്ന പേപ്പർ ചെക്കിൽ ഉപയോഗിക്കുന്ന മാനുവൽ സൈനേക്കാൾ കൂടുതൽ വളരെയധികം സുരക്ഷിതത്വമുള്ളതാണ് ഡിജിറ്റലൈസ്ഡ് സിഗ്നേച്ചർ എന്ന് പറയുന്നത്. ദ അക്കൗണ്ട് ഹോൾഡർ ഓഫ് എ ബാങ്ക് റൈറ്റ് ആൻഡ് The account holder of a bank write an electronic check using computer or other type of electronic device and affix digital signature. He then send electronic check to the payee electronically. The payee deposit electronic check with his bank. The payee bank clear the electronic check the paying bank. The paying bank is validate the electronic check, then debit the electronic check ഡെബിറ്റ് ദ ചെക്ക് റൈറ്റർ അക്കൗണ്ട് ഫോർ ദ എമൗണ്ട് ഓഫ് ദി ചെക്ക്. അതായത് എങ്ങനെയാണ് ഇലക്ട്രോണിക് ചെക്കിൻ്റെ പ്രധാനപ്പെട്ട പ്രോസസ്സ് എന്നാണ് പറഞ്ഞു തരുന്നത്. ആർക്കാണോ ബാങ്കിൽ അക്കൗണ്ട് ഉള്ളത് അയാളുടെ അക്കൗണ്ടിൽ ഒരു നിശ്ചിത എമൗണ്ട് ഡിപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടാകും. ഓക്കെ, ആ ഒരു വ്യക്തിയെ വിളിക്കുന്ന പേരാണ് പേയർ എന്ന് പറയുന്നത്. പേയറുടെ ബാങ്ക് അക്കൗണ്ട് ഡിജിറ്റലൈസ്ഡ് രൂപത്തിലുള്ള ഇലക്ട്രോണിക് ചെക്ക് സംവിധാനങ്ങൾ ആ പേയർക്ക് നൽകിയിട്ടുണ്ടാകും. പേയർ ഏതെങ്കിലും വ്യക്തികളുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് പേയ്മെൻറ്റ് നൽകാൻ വേണ്ടിയാണ് ഈ ഡിജിറ്റലൈസ്ഡ് രൂപത്തിലുള്ള ഇലക്ട്രോണിക് ചെക്ക് ഉപയോഗിക്കുന്നത്. അതിന് അദ്ദേഹത്തിന് മൊബൈൽ ഫോണോ അല്ല ഇൻ്റർനെറ്റ് കണക്ഷനുള്ള മൊബൈൽ ഫോണോ അല്ല എങ്കിൽ കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടു കൂടി, ഏതെങ്കിലും ഇലക്ട്രോണിക് ഡിവൈസിൻ്റെ സഹായത്തോടു കൂടി ഈ ഇലക്ട്രോണിക് ചെക്ക് ഉപയോഗിച്ചുകൊണ്ട് പേയ്മെൻറ്റ് നടത്താവുന്നതാണ്. ഈ ബാങ്ക് ഇഷ്യൂ ചെയ്യുന്ന ഇലക്ട്രോണിക് ചെക്കിൽ പേയറുടെ ഡിജിറ്റൽ സിഗ്നേച്ചർ അറ്റാച്ച് ചെയ്തിട്ടുണ്ടാകും. ദെൻ പേയർ ഏതെങ്കിലും കസ്റ്റമറുടെ ഏതെങ്കിലും വ്യക്തികളുടെ ഏതെങ്കിലും റെസിപ്പിയൻസിൻ്റെ കയ്യിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള സാധനങ്ങൾ വാങ്ങുകയോ അല്ലെങ്കിൽ മറ്റാവശ്യങ്ങൾക്ക് വേണ്ടിയോ പണം കൊടുക്കേണ്ടതായിട്ട് വന്നു കഴിഞ്ഞാൽ ഡിജിറ്റലൈസ്ഡ് രൂപത്തിലുള്ള ഈ ഇലക്ട്രോണിക് ചെക്ക് ഉപയോഗിച്ചുകൊണ്ട് പേയ്മെൻറ്റ് നടത്തും. അദ്ദേഹത്തിൻ്റെ ഇൻ്റർനെറ്റ് കണക്ഷനുള്ള ഇലക്ട്രോണിക് ഡിവൈസിൽ നിന്നും ഇലക്ട്രോണിക് ചെക്ക് ഓൺലൈനായിട്ട് എമൗണ്ട് ടൈപ്പ് ചെയ്ത് റെസിപ്പിയൻസിന് അയച്ചു കൊടുക്കുന്നു. അത് റെസിപ്പിയൻസിന് കിട്ടിക്കഴിഞ്ഞാൽ റെസിപ്പിയൻസ് അത് അദ്ദേഹത്തിൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ സബ്മിറ്റ് ചെയ്യുകയും ചെയ്യുന്നു ഓൺലൈനായിട്ട്. ദെൻ പേയറുടെ ബാങ്ക് അക്കൗണ്ടിൽ സഫിഷ്യൻ്റ് ചെക്ക് കൊടുത്തിരിക്കുന്ന പേയറുടെ ബാങ്ക് അക്കൗണ്ടിൽ സഫിഷ്യൻ്റ് ആയിട്ടുള്ള ബാലൻസ് ഉണ്ടെങ്കിൽ
നമ്മുടെ റെസിപ്പിയൻസിൻ്റെ ബാങ്കുകാർ ആ എമൗണ്ട് പെയറുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ഡെബിറ്റ് ചെയ്യുകയും നമ്മുടെ റെസിപ്പിയൻസിൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഇതാണ് പ്രധാനമായിട്ടും ഇലക്ട്രോണിക് ചെക്കിൻ്റെ റണ്ണിങ് പ്രോസസ്സ് എന്ന് പറയുന്നത്. ദെൻ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഡിജിറ്റലൈസ്ഡ് രൂപത്തിലുള്ള ഇലക്ട്രോണിക് ചെക്ക് ആയതുകൊണ്ട് തന്നെ എന്താണ് വളരെയധികം വേഗതയിലും സുരക്ഷിതയിലും പണമിടപാടുകൾ പൂർത്തീകരിക്കാൻ സാധിക്കും, സ്ഥല സമയ തടസ്സമില്ലാതെ. ഇനി എന്തൊക്കെ തരത്തിലുള്ള ഫീച്ചേഴ്സാണ് പ്രധാനമായിട്ടും ഇലക്ട്രോണിക് ചെക്കിനുള്ളതെന്നാണ് പറയുന്നത്. ഇറ്റ് ഈസ് ദ ഇലക്ട്രോണിക് ഫോം ഓഫ് വിച്ച് ക്യാൻ ബി ആക്സസ്ഡ് എനിവെയർ വിത്ത് ആൻ ഇൻ്റർനെറ്റ് കണക്ഷൻ. ഓക്കെ, ഒരു ഇൻ്റർനെറ്റ് കണക്ഷൻ്റെ സഹായത്തോടു കൂടി ലോകത്തെ ഏത് മൂലയ്ക്ക് വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഇലക്ട്രോണിക് ചെക്ക് സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് പണമിടപാടുകൾ പൂർത്തീകരിക്കാൻ സാധിക്കും. ഇറ്റ് ഈസ് യൂണീക്ലി ഐഡൻറ്റിഫൈബിൾ ആൻഡ് പ്രൊട്ടക്റ്റഡ് വിത്ത് ഡിജിറ്റൽ സിഗ്നേച്ചർ. അതായത് ഇത് യൂണീക്ലി ഐഡൻറ്റിഫൈഡ് ആണ്. അതുപോലെ തന്നെ എന്താണ് ആരാണ് ചെക്കിൻ്റെ ഉടമസ്ഥൻ അയാളുടെ ഡിജിറ്റൽ സിഗ്നേച്ചർ ഉപയോഗിച്ചുകൊണ്ട് പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തിയിട്ടുള്ളതുമാണ് ഈ ഒരു ഇലക്ട്രോണിക് ചെക്ക് എന്ന് പറയുന്നത്. വളരെയധികം സുരക്ഷാ മാനദണ്ഡങ്ങൾ പേപ്പർ ചെക്കിനെ വെച്ച് നോക്കുമ്പോൾ പാലിച്ചുകൊണ്ടാണ് ഇലക്ട്രോണിക് ചെക്കിന് രൂപം കൊടുത്തിരിക്കുന്നത്. ഇനി മറ്റൊരു കാര്യം എന്താണ്, ഇറ്റ് ഹാസ് എ ഗ്രേറ്റർ സെക്യൂരിറ്റി ഫീച്ചേഴ്സ്. അതായത് വളരെയധികം സുരക്ഷിത മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടാണ് പ്രധാനമായിട്ടും ഇലക്ട്രോണിക് ചെക്ക് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. പിന്നെ മറ്റൊരു കാര്യം എന്താണ് പറഞ്ഞേക്കുന്നത്, അൺഓതറൈസ്ഡ് ഡേറ്റ ആൾട്ടറേഷൻ ഈസ് നോട്ട് പോസിബിൾ ഇൻ ഇലക്ട്രോണിക് ചെക്ക്. അതായത് നമ്മൾ മാനുവൽ ചെക്കിലാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ എന്താണ് ആ ചെക്കിൻ്റെ ഉടമസ്ഥൻ്റെ സിഗ്നേച്ചർ സ്വയം ഇടുവാനോ അല്ലെങ്കിൽ എന്താണ് എമൗണ്ടുകൾ തിരുത്തുവാനോ നമുക്ക് ഡേറ്റ് തിരുത്തുവാനോ ഉള്ള ഓപ്ഷൻ ഉണ്ട്. എന്നാൽ ഡിജിറ്റലൈസ്ഡ് സിഗ്നേച്ചർ ഈ തരത്തിലുള്ള മാനുവൽ ആയിട്ടുള്ള ആൾട്ടറേഷൻസ് ഒന്നും പറ്റുകയില്ല എന്നാണ് പറഞ്ഞു വരുന്നത്. ഇറ്റ് ഈസ് പോസിബിൾ to get an information regarding the issues deposit and the status enquiry of electronic check at any time through an online. അതായത് ഓൺലൈനിൻ്റെ സഹായത്തോടു കൂടി ആ ഇലക്ട്രോണിക് ചെക്കിൽ അടങ്ങിയിരിക്കുന്ന എല്ലാ വിവരങ്ങളും ഏത് സമയത്തും ഏത് സ്ഥലത്തു നിന്നും നമുക്ക് എടുക്കുവാൻ സാധിക്കും. അതാണ് പറഞ്ഞേക്കുന്നത്. ആരാണ് ചെക്ക് ഇഷ്യൂ ചെയ്തേക്കുന്നത്, ആർക്ക് വേണ്ടിയാണ് ഈ ചെക്ക് ഇഷ്യൂ ചെയ്തേക്കുന്നത്, എത്ര എമൗണ്ട് ആണ് ഈ ചെക്കിൽ ഇഷ്യൂ ചെയ്തേക്കുന്നത്, എത്ര എമൗണ്ടിന് വേണ്ടിയാണ് ഈ ചെക്ക് ഇഷ്യൂ ചെയ്തേക്കുന്നത്, ഏത് ഡേറ്റ് വരെയാണ് ചെക്കിൻ്റെ കാലാവധി ഉള്ളത്, ദെൻ ഇത് ഏത് ബാങ്കിൻ്റെ ചെക്കാണ് മുതലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും. ഇപ്പം നിലവിൽ ചെക്കിൻ്റെ കറണ്ട് സ്റ്റാറ്റസ് എങ്ങനെയാണ്, അതായത് ചെക്ക് പെയർ ഇഷ്യൂ ചെയ്തു അത് റെസിപ്പിയൻസിൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ടോ, അദ്ദേഹത്തിൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ ഈ ഒരു പെയർ നൽകിയിരിക്കുന്ന ചെക്കിൻ്റെ എമൗണ്ട് ക്രെഡിറ്റ് ആയിട്ടുണ്ടോ മുതലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കറണ്ട് സ്റ്റാറ്റസ് നമുക്ക് ഓൺലൈനിൻ്റെ സഹായത്തോടു കൂടി അറിയുവാൻ സാധിക്കും. ഇനി എന്തൊക്കെ തരത്തിലുള്ള നേട്ടങ്ങളാണ് പ്രധാനമായിട്ടും ഇലക്ട്രോണിക് ചെക്കിനുള്ളതെന്നാണ് പറഞ്ഞു വരുന്നത്. ദ പ്രോസസ്സിംഗ് ആൻഡ് ക്ലിയറൻസ് ഓഫ് ഇലക്ട്രോണിക് ചെക്ക് ഈസ് വെരി ഫാസ്റ്റ്. അതായത് നമുക്ക് ഇലക്ട്രോണിക് ചെക്ക് ഉപയോഗിച്ചുകൊണ്ടുള്ള പണമിടപാടുകളുടെ പൂർത്തീകരണവും അതിൻ്റെ പ്രോസസ്സിങ്ങും വളരെയധികം എളുപ്പമാണ് എന്നാണ് പറഞ്ഞു വരുന്നത്. അല്ലെങ്കിൽ വളരെയധികം വേഗതയിൽ ഇലക്ട്രോണിക് ചെക്ക് ഉപയോഗിച്ചുകൊണ്ട് പണമിടപാടുകൾ വേഗത്തിൽ പൂർത്തീകരിക്കാൻ സാധിക്കും. പിന്നെ മറ്റൊരു കാര്യം എന്താ പറഞ്ഞേക്കുന്നത്, നോ നീഡ് ഓഫ് ഫിസിക്കൽ കളക്ഷൻ ആൻഡ് ഡിപ്പോസിറ്റ് ഓഫ് ബാങ്ക്. അതായത് ഇലക്ട്രോണിക് ചെക്ക് എന്ന് പറയുന്നത് ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടു കൂടിയുള്ള ഡിജിറ്റലൈസ്ഡ് ഫോമിലുള്ള ഒരു ചെക്ക് ആയതുകൊണ്ട് തന്നെ ഈ ഒരു ചെക്ക് പെയറുടെ കയ്യിൽ നിന്നും റെസിപ്പിയൻസ് നേരിട്ട് പോയി വാങ്ങേണ്ട കാര്യമില്ല. ദെൻ അത് വാങ്ങിയതിന് ശേഷം അത് റെസിപ്പിയൻസ് തന്നെ അയാളുടെ ബാങ്ക് അക്കൗണ്ടിൽ കൊണ്ട് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. അതായത് ഫിസിക്കൽ ടച്ച് ആവശ്യമില്ല. അല്ലാതെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, റെസിപ്പിയൻസിന് പെയറുടെ കയ്യിൽ നിന്ന് ഓൺലൈനായിട്ട് തന്നെ ചെക്ക് കളക്ട് ചെയ്യുവാനും ഓൺലൈനായിട്ട് തന്നെ റെസിപ്പിയൻസിൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ കൊണ്ട് ഡിപ്പോസിറ്റ് ചെയ്യാനും സാധിക്കും. ഇങ്ങനെ ഒരു ഫിസിക്കൽ ടച്ച് ഇല്ലാതെ തന്നെ പണമിടപാടുകൾ പൂർത്തീകരിക്കാൻ സഹായിക്കുന്ന ഒരു ഇലക്ട്രോണിക് പേയ്മെൻറ്റ് സംവിധാനമാണ് ഈ ചെക്ക് എന്ന് പറയുന്നത്. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നോ നീഡ് ഫോർ മെയിൻറ്റെയിനിങ് പേപ്പർ ചെക്ക് ബുക്ക്. അതായത് നമ്മൾ പരമ്പരാഗത രീതിയിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന പേപ്പർ ചെക്ക് പണമിടപാടുകൾക്ക് നമ്മൾ പേപ്പർ ചെക്ക് ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിട്ട് വരും. കാരണം ഒരു ചെക്ക് ബുക്കിൽ ഒരു 100 പേപ്പർ കാണും. ആ 100 അല്ലെങ്കിൽ 50 ചെക്ക് ലീഫുകൾ കാണും. ഇത് തീരുമ്പോൾ നമ്മൾ എന്താണ് അടുത്ത ചെക്ക് ബുക്ക് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിട്ട് വരും. എന്നാൽ ഇലക്ട്രോണിക് പേയ്മെൻറ്റ് സംവിധാനം ഉപയോഗിച്ചുള്ള ഈ ചെക്കിൽ ഇങ്ങനെ ഒരു ഇലക്ട്രോണിക് ചെക്ക് ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ട കാര്യമില്ല എന്നാണ് പറയുന്നത്. ഇതുകൊണ്ട് തന്നെ എന്താണ് നമുക്ക് സ്ഥലലാഭം ഉണ്ടാകും. അതുപോലെ തന്നെ എന്താണ് നമ്മൾക്ക് കൂടുതൽ മെയിൻ്റനൻസ് ചിലവൊന്നും ഉണ്ടാകുന്നില്ല. പിന്നെ മറ്റൊരു കാര്യം എന്താ പറഞ്ഞേക്കുന്നത്, ഡിജിറ്റൽ സിഗ്നേച്ചർ ആൻഡ് ഒതൻറ്റിക്കേഷൻ ഈസ് ഓഫർ ഹൈ സെക്യൂരിറ്റി ഫ്രം എനി കൈൻഡ്സ് ഓഫ് ഓൾട്ടറേഷൻ ആൻഡ് ഫ്രോഡ്. അതായത് ഡിജിറ്റലൈസ്ഡ് രൂപത്തിലുള്ള സിഗ്നേച്ചറാണ് ചെക്കിൻ്റെ ഉടമസ്ഥൻ്റേത് ഡിജിറ്റൽ സിഗ്നേച്ചർ ഡിജിറ്റൽ സിഗ്നേച്ചറിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അതായത് ആരാണോ ചെക്ക് ഇഷ്യൂ ചെയ്ത് കൊടുക്കുന്നത് ആ ഇലക്ട്രോണിക് ചെക്കിൽ
അറ്റാച്ച് ചെയ്തിരിക്കുന്ന സൈൻ എന്ന് പറയുന്നത് ഡിജിറ്റലൈസ്ഡ് രൂപത്തിലുള്ളതായിരിക്കും. അത് മറ്റൊരു വ്യക്തിക്ക് ഒരിക്കലും തിരുത്തുവാനോ ഫ്രോഡുലൻ്റ് ആക്ടിവിറ്റീസ് കണ്ടക്ട് ചെയ്യാനോ സാധിക്കുകയില്ല. അതായത് ഇപ്പോൾ നമ്മൾ മാനുവൽ അക്കൗണ്ട് സിസ്റ്റത്തിലാണെങ്കിൽ മറ്റൊരാളുടെ ഒരു ചെക്കിൽ നമുക്ക് സ്വയം അയാളുടെ പോലെ തന്നെ ഒപ്പിട്ട് നമുക്ക് ചെക്കൊക്കെ ഭാഗങ്ങൾ കൊണ്ട് മാറ്റാൻ പറ്റും. അങ്ങനെ ഫ്രോഡുലൻ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് നടക്കാറുണ്ട്. എന്നാൽ ഡിജിറ്റലൈസ്ഡ് രൂപത്തിലുള്ള ചെക്കിൽ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, മാറ്റങ്ങൾ വരുത്തുവാനോ സൈൻ ചെയ്യുവാനോ പറ്റുകയില്ല. അത് ഡിജിറ്റലൈസ്ഡ് രൂപത്തിലുള്ള സിഗ്നേച്ചർ ആയിരിക്കും ആ ഒരു ചെക്കിൻ്റെ ഉടമസ്ഥൻ്റേത് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫ്രോഡുലൻ്റ് ആക്ടിവിറ്റീസ് ഒന്നും നടക്കുകയില്ല. പിന്നെ മറ്റൊരു കാര്യം എന്താ പറഞ്ഞേക്കുന്നത്, ദ സ്റ്റാറ്റസ് ഓഫ് എൻക്വയറി ഓഫ് ഇലക്ട്രോണിക് ചെക്ക് ക്യാൻ ബി ഒബ്റ്റെയിൻഡ് അറ്റ് എനി ടൈം ഓൺലൈൻ. അതായത് ആ ഇലക്ട്രോണിക് രൂപത്തിൽ പേര് നൽകിയിരിക്കുന്ന ഇലക്ട്രോണിക് ചെക്കിൻ്റെ കറണ്ട് സ്റ്റാറ്റസ് എന്തെന്ന് റിസീവൻസിന് ഏത് സമയത്തും ഓൺലൈനായിട്ട് പരിശോധിച്ച് നോക്കാവുന്നതാണ്. ആ ചെക്ക് ഏത് സമയത്താണ് ഇഷ്യൂ ചെയ്തേക്കുന്നത്, അത് ഇഷ്യൂ ചെയ്തേക്കുന്ന ചെക്ക് ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്യാൻ പറ്റിയോ, ഡിപ്പോസിറ്റ് ചെയ്തതിന് ശേഷം പേയറുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് റിസീവൻസിൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പൈസ വന്നോ, മുതലായിട്ടുള്ള ചെക്കുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആ ചെക്ക് റിജക്റ്റ് ആയിട്ടുണ്ടോ, ഈ മുതലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും, ചെക്ക് ബൗൺസ് ആയിട്ടുണ്ടോ, മുതലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യാൻ പറ്റും, ഓൺലൈനായിട്ട് റിസീവൻസിന് പരിശോധിക്കാൻ പറ്റും. പിന്നെ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് മറ്റൊരു രൂപത്തിലുള്ള ഒരു ക്യാഷ് പേയ്മെൻറ്റ് സിസ്റ്റമാണ് ഇലക്ട്രോണിക് ക്യാഷ് എന്ന് പറയുന്നത്. ഇലക്ട്രോണിക് ക്യാഷ് അഥവാ ഇ ക്യാഷ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് നമ്മൾ പരമ്പരാഗതമായിട്ട് പണമിടപാടുകളുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പേപ്പർ കറൻസിയുടെ പരിഷ്കൃത രൂപമാണ് ഇലക്ട്രോണിക് ക്യാഷ് അഥവാ ഇ ക്യാഷ് എന്ന് പറയുന്നത്. ഡിജിറ്റലൈസ്ഡ് രൂപത്തിലുള്ള പണത്തെ പ്രതിനിധീകരിക്കുന്ന ഒന്നിനെയാണ് ഇലക്ട്രോണിക് ക്യാഷ് എന്ന് പറയുന്നത്. ഇലക്ട്രോണിക് ക്യാഷ് ഇസ് റെഫർ ടു ക്യാഷ് ദാറ്റ് കെപ്റ്റ് എക്സ്ചേഞ്ച്ഡ് ആൻഡ് റെപ്രസെൻറ്റഡ് ഇലക്ട്രോണിക് ഫോം ദ ഈസ് യൂസ്ഡ് ഫോർ ട്രാൻസാക്ഷൻ ഓവർ ദ ഇൻ്റർനെറ്റ്. ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടു കൂടി പണപരമായിട്ടുള്ള ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ സഹായിക്കുന്ന മൂല്യമുള്ള പണരൂപത്തിലുള്ള വസ്തുക്കളെയാണ്, അല്ലെങ്കിൽ പണത്തിൻ്റെ പ്രതിനിധികളെയാണ് പ്രധാനമായിട്ടും എന്ന് പറയുന്നത് ഇലക്ട്രോണിക് ക്യാഷ് എന്ന് നമ്മൾ പറയുന്നത്. The system is replaced cash in the form of paper currency. Electronic cash is also known as digital cash or cyber currency. പരമ്പരാഗതമായിട്ട് പണപരമായിട്ടുള്ള ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന പേപ്പർ കറൻസിയെ മാറ്റി നിർത്തിക്കൊണ്ട് ഏത് സ്ഥലത്തു നിന്നും ഏത് സമയത്തും വളരെയധികം വേഗതയിലും സുരക്ഷിതതാ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടും ഉപയോഗിക്കാവുന്ന ഡിജിറ്റലൈസ്ഡ് രൂപത്തിലുള്ള കറൻസിയാണ് ഇലക്ട്രോണിക് ക്യാഷ് എന്ന് നമ്മൾ പറയുന്നത്. ഇതിനെ നമ്മൾ സൈബർ ക്യാഷ് എന്നും അതുപോലെ തന്നെ ഡിജിറ്റൽ ക്യാഷ് എന്നും നമ്മൾ വിളിക്കാറുണ്ട്. ദ മേജർ പ്രോബ്ലം ഓഫ് അതർ ഇലക്ട്രോണിക് പേയ്മെൻറ്റ് മോഡൽ ഈസ് ഡിസ്ക്ലോസ്ഡ് ദ ഐഡൻറ്റിറ്റി ഓഫ് ദി ബയർ വൺ ഹാസ് റിവീൽ ഹിസ് ബാങ്ക് ഡീറ്റെയിൽസ് ആൻഡ് പേഴ്സണൽ ഡീറ്റെയിൽസ് ഫോർ completing e-commerce transaction, but electronic cash payment system overcome these issues, helps the user make an online purchase and payment without revealing his identity to other as in the case of traditional buying with paper currency. അതായത് നമ്മൾ ചിന്തിക്കും എന്താണ് ഇലക്ട്രോണിക് ക്യാഷ് പേയ്മെൻറ്റ് സിസ്റ്റത്തിൻ്റെ പ്രത്യേകത എന്തെന്ന്. ബാക്കിയുള്ള എല്ലാ ഇലക്ട്രോണിക് ക്യാഷ് പേയ്മെൻറ്റ് സിസ്റ്റവും പേയ്മെൻറ്റ് നടത്തുന്ന ആളുടെ ഐഡൻറ്റിറ്റിയും അയാളുടെ പേഴ്സണൽ ഡീറ്റെയിൽസും ബാങ്ക് ഡീറ്റെയിൽസും വെളിപ്പെടുത്തിക്കൊണ്ടാണ് പണപരമായിട്ടുള്ള ആവശ്യങ്ങൾ നിറവേറ്റുന്നത്. ഇപ്പോൾ ഞാനൊരു ATM കാർഡ് ഉപയോഗിച്ചുകൊണ്ടോ അല്ലെങ്കിൽ നെറ്റ് ബാങ്കിങ് ഉപയോഗിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചുകൊണ്ടോ ഏതെങ്കിലും തരത്തിൽ ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ചുകൊണ്ടോ ഇലക്ട്രോണിക് ചെക്ക് ഉപയോഗിച്ചുകൊണ്ടോ ഞാൻ ഏതെങ്കിലും പണപരമായിട്ടുള്ള എൻ്റെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ ശ്രമിക്കുകയാണ് എങ്കിൽ അവിടെ എൻ്റെ പേഴ്സണൽ ഡീറ്റെയിൽസും ബാങ്ക് ഡീറ്റെയിൽസും ഓൺലൈനായിട്ട് സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. എന്നാൽ ഇവിടെയാണ് പ്രധാനമായിട്ടും ഇലക്ട്രോണിക് ക്യാഷ് എന്ന് പറയുന്ന ഇലക്ട്രോണിക് പേയ്മെൻറ്റ് സിസ്റ്റം സഹായിക്കുന്നത്. ആരാണോ പേയ്മെൻറ്റ് നടത്തുന്നത് അയാളുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്താതെ തന്നെ അദ്ദേഹത്തിൻ്റെ പണപരമായിട്ടുള്ള ആവശ്യങ്ങളെ പൂർത്തീകരിക്കുവാൻ സഹായിക്കുന്ന രഹസ്യാത്മക സ്വഭാവമുള്ള ഒന്നാണ് ഇലക്ട്രോണിക് ക്യാഷ് അഥവാ ഇലക്ട്രോണിക് പേയ്മെൻറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ സ്വന്തം ഐഡൻറ്റിറ്റി വെളിപ്പെടുത്താതെ തന്നെ ഇലക്ട്രോണിക് ക്യാഷ് പേയ്മെൻറ്റ് സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് ബയ്യർക്ക് സേവനങ്ങൾ വാങ്ങിയിട്ട് പണമിടപാടുകൾ പൂർത്തീകരിക്കാൻ സാധിക്കുന്നു. ഇത് പേപ്പർ കറൻസിയുടെ അതേ ഉപയോഗം തന്നെയാണ് ട്രഡീഷണലായിട്ട് പരമ്പരാഗതമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പേപ്പർ കറൻസിയുടെ അതേ ഉപയോഗം തന്നെയാണ് ഇലക്ട്രോണിക് ക്യാഷ് സംവിധാനത്തിനും ഉള്ളത്. ഇൻ ട്രഡീഷണൽ സ്റ്റോർ ബേസ്ഡ് ഷോപ്പിംഗ് ദ ബയർ നീഡ് നോട്ട് ഗീവ് ഇൻഫർമേഷൻ അബൌട്ട് his account details or personal information. He buys goods and he want to pay money, but it is not possible most of the e-commerce transaction and electronic payment system. E-cash payment system came up with a solution by ensuring maximum secrecy of e-commerce transaction. അതായത് പരമ്പരാഗതമായിട്ട് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കടയിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളോ സേവനങ്ങളോ വാങ്ങുന്നു. അതിന് പകരം നമ്മൾ പൈസ കൊടുക്കുന്നു. നമ്മൾ ഒരിക്കലും നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസോ ബാങ്ക് ഡീറ്റെയിൽസോ കച്ചവടക്കാരന് വെളിപ്പെടുത്തി കൊടുക്കാറില്ല. എന്നാൽ നമ്മൾ ഇലക്ട്രോണിക് ഇ-കൊമേഴ്സ് ട്രാൻസാക്ഷൻസ് നടത്തുമ്പോഴോ
ഇലക്ട്രോണിക് പേയ്മെൻറ്റ് സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് പണമിടപാടുകൾ പൂർത്തീകരിക്കുമ്പോഴോ പലപ്പോഴും നമുക്ക് നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസും ബാങ്ക് ഡീറ്റെയിൽസും കൊടുക്കേണ്ടതായിട്ട് വരികയും ചെയ്യും. ഓക്കെ, അതുകൊണ്ട് തന്നെ എന്താണ് ബയറായിട്ടുള്ള ആളുകൾക്ക് ഒരു രഹസ്യാത്മക സ്വഭാവം കീപ്പ് ചെയ്യാൻ സാധിക്കുന്നില്ല അവരുടെ പേഴ്സണൽ ഡീറ്റെയിൽസും ബാങ്ക് ഡീറ്റെയിൽസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ. എന്നാൽ ഇതിനൊരു സൊല്യൂഷൻ എന്ന നിലയിലാണ് പ്രധാനമായിട്ടും ഈ ഇലക്ട്രോണിക് ക്യാഷ് പേയ്മെൻറ്റ് സിസ്റ്റം കടന്നു വന്നതും. ഇലക്ട്രോണിക് ക്യാഷ് പേയ്മെൻറ്റ് സഹായത്തോടു കൂടി ഇലക്ട്രോണിക് ക്യാഷ് പേയ്മെൻറ്റ് സിസ്റ്റത്തിൻ്റെ സഹായത്തോടു കൂടി ബയറായിട്ടുള്ള ആളുകളുടെ പേഴ്സണൽ ഡീറ്റെയിൽസും അതുപോലെ തന്നെ എന്താണ് ബാങ്ക് ഡീറ്റെയിൽസും മറ്റൊരാളുമായിട്ട് ആശയവിനിമയം നടത്താതെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കൊമേഴ്ഷ്യൽ ട്രാൻസാക്ഷൻസിന് വേണ്ടിയുള്ള പണമിടപാടുകൾ എളുപ്പത്തിൽ പൂർത്തീകരിക്കാൻ സാധിക്കും. ഇനി മറ്റൊരു കാര്യമാണ് ഇലക്ട്രോണിക് ടോക്കൺ എന്ന് പറയുന്നത്. ഈ ഇലക്ട്രോണിക് ക്യാഷ് സിസ്റ്റത്തിനെ സഹായിക്കുന്ന മറ്റൊരു കാര്യമാണ് ഇലക്ട്രോണിക് ടോക്കൺ എന്ന് പറയുന്നത്. അതായത് ഇലക്ട്രോണിക് ക്യാഷിൻ്റെ മറ്റൊരു പരിഷ്കൃത രൂപമാണ് ഇലക്ട്രോണിക് ടോക്കൺസ് എന്ന് പറയുന്നത്. നമ്മുടെ പരമ്പരാഗതമായിട്ട് നമ്മൾ സൂക്ഷിക്കുന്ന പേപ്പർ കറൻസിക്ക് തുല്യമായ രീതിയിൽ നമ്മൾ ഡിജിറ്റലൈസ്ഡ് രൂപത്തിൽ ക്യാഷിൻ്റെ മൂല്യമുള്ള ടോക്കണുകൾ ബാങ്കിൽ നിന്നും എടുത്തു വയ്ക്കും. ആ ടോക്കണുകൾ ഉപയോഗിച്ചുകൊണ്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ മറ്റാവശ്യങ്ങൾക്കായിട്ട് വേണ്ടി വരുന്ന പണമിടപാടുകൾ പൂർത്തീകരിക്കുന്നത്. ഇലക്ട്രോണിക് ടോക്കൺസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കറൻസിയുടെ വാല്യൂ ഉള്ള ഡിജിറ്റലൈസ്ഡ് കോയിൻസിനെയാണ് പ്രധാനമായിട്ടും ഇലക്ട്രോണിക് ടോക്കൺ എന്ന് പറയുന്നത്. The cash information in electronic cash payment system is transited through electronic token issued by the bank of the user. The token is a sequence bits with the physical media used to store transit the information. അതായത് നമ്മൾ ബാങ്കിൽ അക്കൗണ്ടുള്ള ഒരു പെയർ അല്ലെങ്കിൽ ഒരു ബയ്യർ എന്ത് ചെയ്യുന്നു, അയാൾ ബാങ്കിൽ ക്യാഷ് ഡിപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടാകും. ആ ക്യാഷ് ഡിപ്പോസിറ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാങ്കുകാർ ആ ഡിപ്പോസിറ്റ് ചെയ്തിരിക്കുന്ന പൈസ ചെറിയ ചെറിയ ഇലക്ട്രോണിക് ടോക്കണുകളായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. എന്നിട്ട് ഓരോ ടോക്കണും നിശ്ചിത മൂല്യമടങ്ങുന്ന ക്യാഷ് ഇൻഫർമേഷൻസ് എൻക്രിപ്റ്റ് ചെയ്ത് വെക്കുന്നു ആ ഇലക്ട്രോണിക് ടോക്കണിൽ. ഇപ്പം നമ്മൾ 10 രൂപയുടെ കോയിൻ, 5 രൂപയുടെ കോയിൻ, 100 രൂപയുടെ നോട്ട്, 1000 രൂപയുടെ നോട്ട് എന്നൊക്കെ നമ്മൾ പറയാറില്ലേ. അപ്പോൾ ആ നോട്ടിൻ്റെ മുകളിൽ 1000 രൂപയാണെങ്കിൽ 1000 രൂപ, 10 രൂപയാണെങ്കിൽ 10 രൂപ, 100 രൂപയാണെങ്കിൽ 100 രൂപ എന്ന് നമ്മൾ കാണുന്ന പോലെ തന്നെ ബാങ്കിൽ കിടക്കുന്ന കറൻസീസ്, ഡിപ്പോസിറ്റ് ചെയ്തിരിക്കുന്ന പൈസ പല സബ് ഡിവിഷൻസ് ആയിട്ട് ചെറിയ ചെറിയ എമൗണ്ടുകളായിട്ട് ചെറിയ ചെറിയ ഇലക്ട്രോണിക് കോയിൻസിൻ്റെ അകത്തേക്ക് എൻക്രിപ്റ്റ് ചെയ്ത് വെക്കുന്നു. ആ ക്യാഷുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇൻഫർമേഷൻസ് 10 രൂപയുടെ കോയിൻ, 25 രൂപയുടെ കോയിൻ, 50 രൂപയുടെ കോയിൻ, 100 രൂപയുടെ കോയിൻ, ഇങ്ങനെ ഡിജിറ്റലൈസ്ഡ് രൂപത്തിൽ ഓരോ ടോക്കണുകളായിട്ട് ഇലക്ട്രോണിക് കോയിനുകളായിട്ട് ഇതിനെ ബാങ്കുകാർ തന്നെ ഓരോ ക്യാഷുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇൻഫർമേഷൻസ് അതായത് ടോക്കണിൻ്റെ അകത്തേക്ക് എൻക്രിപ്റ്റ് ചെയ്ത് വെക്കുന്നു. ഈ ടോക്കൺ കോയിനുകൾ ഉപയോഗിച്ചുകൊണ്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ ബയ്യർ അയാൾക്ക് വേണ്ടി വരുന്ന ഇ-കൊമേഴ്സ് ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പേയ്മെൻറ്റ്സും മറ്റു ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള പേയ്മെൻറ്റ്സും ഫുൾഫിൽ ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇതെന്ന് പറയുന്നത് സാധാരണ രീതിയിൽ നമ്മുടെ കയ്യിലുള്ള പേപ്പർ കറൻസിക്ക് തുല്യമാണെന്ന് പറയുന്ന ഇലക്ട്രോണിക് കോയിൻസ് എന്ന് പറയുന്നത് ഇതിന് കറൻസി മൂല്യം തന്നെയാണ് ഇതിന് ഈ ഇലക്ട്രോണിക് ടോക്കൺ കോയിൻസിനും ഉള്ളത്. ഇറ്റ് റെപ്രസെൻറ്റ് സം ഫിക്സ്ഡ് വാല്യൂ ഓഫ് ഡിനോമിനേഷൻ ഓഫ് മണി കറസ്പോണ്ടിങ് ഇലക്ട്രോണിക് ക്യാഷ് ഇൻഫർമേഷൻ. ദ ടോക്കൺ ക്യാൻ ബി സ്റ്റോർഡ് ഐദർ കമ്പ്യൂട്ടർ, സ്മാർട്ട് കാർഡ്. The bank offering facilitate electronic cash gives customer secured electronic cash in the form of encrypted tokens. Okay, അവർ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ ഇലക്ട്രോണിക് ഈ ഒരു ടോക്കൺ ഓഫ് കറൻസിയുടെ അകത്ത് ഓരോ എമൗണ്ടിനെയും ഇലക്ട്രോണിക് ക്യാഷിന് റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ടുള്ള ഇൻഫർമേഷൻസ് ആയിരിക്കും എൻക്രിപ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ ഇലക്ട്രോണിക് ടോക്കൺസ് നമുക്ക് ബൈ ഹാൻഡ് കൊണ്ടു കിടക്കേണ്ട കാര്യമില്ല. ഏതെങ്കിലും തരത്തിലുള്ള സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചുകൊണ്ട് സ്മാർട്ട് ഫോണിലോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇലക്ട്രോണിക് ഡിവൈസിൻ്റെ അകത്തോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. ദെൻ ബാങ്കുകാരെ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രോണിക് ക്യാഷ് കൊടുത്തു കഴിഞ്ഞാൽ അതിന് തുല്യമായിട്ടുള്ള ഇലക്ട്രോണിക് ടോക്കൺസ് ഓരോരോ കസ്റ്റമേഴ്സിന് നൽകും. അത് ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്താതെ തന്നെ നമുക്ക് പർച്ചേസ് ചെയ്യാനോ അല്ലെങ്കിൽ പണപരമായിട്ടുള്ള ആവശ്യങ്ങൾ പൂർത്തീകരിക്കാനോ സാധിക്കും. ദ എൻക്രിപ്റ്റഡ് ടോക്കൺ ഈസ് ബാക്ക്ഡ് ബൈ ഈക്വലൻ്റ് എമൗണ്ട് ഓഫ് മണി ഇൻ ദി എമൗണ്ട് ഓഫ് ദി കസ്റ്റമർ. എ ഇലക്ട്രോണിക് ക്യാഷ് ടോക്കൺ ഗിവൺ എമൗണ്ട് ക്യാൻ ബി സബ് ഡിവൈഡ് ഇൻറ്റു എ സ്മാൾ പീസ് ഓഫ് ക്യാഷ് ഇൻറ്റു സ്മാളർ amounts. The division of electronic cash token in smaller unit helps the consumer to perform high volume of small value of transaction. അതായത് നമ്മുടെ കസ്റ്റമർ കൊടുക്കുന്ന ഇലക്ട്രോണിക് ക്യാഷ് എമൗണ്ട് എത്രയാണോ അതിന് തുല്യമായിട്ടുള്ള ഇലക്ട്രോണിക് ടോക്കണുകളായിരിക്കും ബാങ്കിൽ നിന്ന് ലഭിക്കുക. ദെൻ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കസ്റ്റമർ കൊടുക്കുന്ന ഇലക്ട്രോണിക് ക്യാഷ് എമൗണ്ട് എത്രയോ അതിനെ അതിനെ പലതായിട്ട് ഭാഗിച്ചതിന് ശേഷം ചെറിയ ചെറിയ മൂല്യമുള്ള ഇലക്ട്രോണിക് ടോക്കണിലേക്ക് ആ ഒരു കറൻസിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇൻഫർമേഷൻസ് എൻക്രിപ്റ്റ് ചെയ്ത് വെക്കുന്നു.
ദെൻ എന്ത് ചെയ്യുന്നു, ആ ടോക്കണുകളായിരിക്കും നമ്മുടെ കസ്റ്റമേഴ്സിന് കൊടുക്കുക. അത് ഉപയോഗിച്ചുകൊണ്ട് കസ്റ്റമേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റും, ചെറിയ രീതിയിലുള്ള ചെറിയ രീതിയിലുള്ള കറൻസി കൊടുത്തുകൊണ്ട് വലിയ രീതിയിലുള്ള ഹൈ വോളിയം സെയിൽസ് ഓഫ് യൂണിറ്റ്, വലിയ രീതിയിലുള്ള സാധനങ്ങൾ വാങ്ങുവാനും മറ്റ് ആവശ്യങ്ങൾ എനിക്ക് വേണ്ടി വിനിയോഗിക്കുവാനും സാധിക്കും എന്നാണ് പറഞ്ഞു വരുന്നത്. ഓക്കെ, അപ്പോൾ ഇലക്ട്രോണിക് ടോക്കൺസ് എന്ന് പറയുന്നത് എന്താണ്, ഈ കസ്റ്റമേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് അവരുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്താതെ തന്നെ അവർക്ക് ഏത് സ്ഥലത്തു നിന്നും ഏത് സമയത്തും വാണിജ്യ വ്യാപാര ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള പണമിടപാടുകൾ പൂർത്തീകരിക്കുവാനും അതുപോലെ തന്നെ എന്താണ് മറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള പണമിടപാടുകൾ എളുപ്പത്തിൽ പൂർത്തീകരിക്കാൻ സഹായിക്കുന്ന ഇലക്ട്രോണിക് പേയ്മെൻറ്റ് സിസ്റ്റത്തിൻ്റെ മറ്റൊരു രൂപമാണ് ഇലക്ട്രോണിക് ടോക്കൺസ് എന്ന് പറയുന്നത്. ഇനി ഏതൊക്കെ തരത്തിലുള്ള ഘടകങ്ങൾ കൂടിച്ചേർന്നാണ് പ്രധാനമായിട്ടും ഇലക്ട്രോണിക് ക്യാഷ് അഥവാ ഇലക്ട്രോണിക് ടോക്കൺ കോയിൻസ് അല്ലെങ്കിൽ അതിൻ്റെ പ്രോസസ്സ് എങ്ങനെയാണ് നടക്കുന്നതെന്നാണ് പ്രധാനമായിട്ടും പറയുന്നത്. ഈ ഇലക്ട്രോണിക് ക്യാഷ് പേയ്മെൻറ്റ്സ് പൂർത്തീകരിക്കാൻ ഏതൊക്കെ തരത്തിലുള്ള ഘടകങ്ങളാണ് പ്രധാനമായിട്ടും ഉള്ളത് നമുക്ക് പറഞ്ഞു നോക്കാം. ഒന്നാമത്തെ കാര്യമാണ് ഇഷ്യൂവേഴ്സ്. അതാണ് ആരാണ് ഈ ഇലക്ട്രോണിക് ക്യാഷ് സിസ്റ്റം കസ്റ്റമേഴ്സിന് വേണ്ടി ഇഷ്യൂ ചെയ്ത് കൊടുക്കുന്നത്. ആ വ്യക്തികളെ ആയിരിക്കും പ്രധാനമായിട്ടും ഇഷ്യൂവർ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. പ്രധാനമായിട്ടും ബാങ്കുകളാണ് എന്ത് ചെയ്യുന്നത്, ഇലക്ട്രോണിക് ക്യാഷും ഇലക്ട്രോണിക് ടോക്കൺ കോയിൻസും ഇഷ്യൂ ചെയ്ത് കൊടുക്കുന്നത്. ദെയർ ആർ ദ ബാങ്ക്സ് വിച്ച് ആർ അവൈലബിൾ ഫെസിലിറ്റീസ് ഫോർ ഇലക്ട്രോണിക് ക്യാഷ് ഇൻ ഇ-കൊമേഴ്സ് ട്രാൻസാക്ഷൻ. അതായത് ഇലക്ട്രോണിക് കൊമേഴ്സ് ട്രാൻസാക്ഷൻസിന് വേണ്ടിയുള്ള പണമിടപാടുകൾ പൂർത്തീകരിക്കാൻ വേണ്ടിയുള്ള ഇലക്ട്രോണിക് ക്യാഷ് ഇഷ്യൂ ചെയ്ത് കൊടുക്കുന്നത് അല്ലെങ്കിൽ ഇലക്ട്രോണിക് കോയിൻസ് ഇഷ്യൂ ചെയ്ത് കൊടുക്കുന്നത് ബാങ്കുകാരായിരിക്കും. അവരാണ് ഇതിലെ ഏറ്റവും ആദ്യത്തെ ഘടകമെന്ന് പറയുന്നത്. പിന്നെ മറ്റൊരു കാര്യമാണ് കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത്. ദീസ് ആർ ദ പാർട്ടീസ് ഹൂ യൂസ് ദ ഫെസിലിറ്റീസ് ഓഫ് ഇലക്ട്രോണിക് ക്യാഷ് പേയ്മെൻറ്റ്. പിന്നെ രണ്ടാമത്തെ ഘടകം എന്ന് പറയുന്നത്, രണ്ടാമത്തെ പാർട്ടി എന്ന് പറയുന്നത് കസ്റ്റമേഴ്സാണ്. കസ്റ്റമേഴ്സ് ആയിട്ടുള്ള ആളുകളാണ് പ്രധാനമായിട്ടും എന്ത് ചെയ്യുന്നത്, ഇലക്ട്രോണിക് ക്യാഷ് സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റീസിന് വേണ്ടിയുള്ള പണമിടപാടുകൾ പൂർത്തീകരിക്കുന്നത്. അല്ലെങ്കിൽ ആരാണോ ഈ ഒരു ഇലക്ട്രോണിക് ക്യാഷ് അല്ലെങ്കിൽ ഇലക്ട്രോണിക് ടോക്കൺ കോയിൻസ് സ്വീകരിക്കുന്നത് ബാങ്കിൻ്റെ കൈകളിൽ നിന്നും, അവരായിരിക്കും ബാങ്കുകാർ ഇലക്ട്രോണിക് ക്യാഷോ ഇലക്ട്രോണിക് ടോക്കൺ കോയിൻസോ കൊടുക്കുന്ന വ്യക്തി ആരോ അവരായിരിക്കും കസ്റ്റമർ എന്ന് പറയുന്നത്. ആ കസ്റ്റമേഴ്സ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്, അവരുടെ പണപരമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി ഇലക്ട്രോണിക് പേയ്മെൻറ്റ്സ് മെത്തേഡ് അവരുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്താതെ തന്നെ അവരെന്ത് ചെയ്യുന്നു, അവർ പണപരമായിട്ടുള്ള ഇടപാടുകൾ പൂർത്തിയാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒന്നാണ് ഇലക്ട്രോണിക് ക്യാഷ് ഓർ ഇലക്ട്രോണിക് ടോക്കൺ കോയിൻസ് എന്ന് പറയുന്നത്. പിന്നെ മറ്റൊരു കാര്യമാണ് മെർച്ചൻസ് എന്ന് പറയുന്നത്. നമുക്കറിയാം മെർച്ചൻസ് ആരാണ് അല്ലേ, കസ്റ്റമേഴ്സ് ആർക്കാണ് ഇലക്ട്രോണിക് ക്യാഷ് അല്ലെങ്കിൽ ഇലക്ട്രോണിക് ടോക്കൺ കോയിൻസ് ഉപയോഗിച്ചുകൊണ്ട് പേയ്മെൻറ്റ്സ് നൽകുന്നത്, അവരായിരിക്കും മെർച്ചൻസ് എന്ന് പറയുന്നത്. അതായത് കസ്റ്റമേഴ്സ് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള സാധനങ്ങളോ സേവനങ്ങളോ മെർച്ചൻസിൻ്റെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നു. അതിനുശേഷം മെർച്ചൻസിന് ഈ സാധനങ്ങളുടെ സേവനങ്ങളുടെ മൂല്യം നൽകുവാൻ വേണ്ടി ഇലക്ട്രോണിക് ക്യാഷോ അല്ലെങ്കിൽ ഇലക്ട്രോണിക് ടോക്കൺ കോയിൻസോ ഉപയോഗിച്ചുകൊണ്ട് പേയ്മെൻറ്റ് നൽകുന്നു. ഇനി മറ്റൊരു കാര്യമാണ് റെഗുലേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഗവൺമെൻറ് ഏജൻസീസ് ഹൂ ഇസ് മോണിറ്റർ ആൻഡ് കൺട്രോൾ ഇലക്ട്രോണിക് ക്യാഷ് പേയ്മെൻറ്റ്സ് ട്രാൻസാക്ഷൻസ്. ഓക്കെ, അതായത് പ്രധാനമായിട്ടും റെഗുലേറ്റേഴ്സ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് ഗവൺമെൻറ് ബോഡീസിനെയാണ്. കാരണം ഗവൺമെൻറ് ബോഡീസാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ രാജ്യത്തെ കറൻസിയുടെ കൈമാറ്റവും അതുപോലെ തന്നെ കറൻസികളുടെ പ്രവർത്തനങ്ങൾ കൈമാറ്റത്തിൽ നിയന്ത്രണങ്ങൾ കൊണ്ടുവരികയും ചെയ്യുന്നത് അല്ലേ. അപ്പോൾ നമ്മുടെ രാജ്യത്തെ എല്ലാ പണമിടപാടുകളും നിയമവിധേയമായിട്ട് നടക്കുന്നുണ്ടോ എന്ന് വിലയിരുത്തുന്ന ആളുകളാണ് റെഗുലേറ്റേഴ്സ് അഥവാ ഗവൺമെൻറ് ബോഡി എന്ന് പറയുന്നത്. അതേസമയം രീതിയിൽ ഇലക്ട്രോണിക് ക്യാഷ് പേയ്മെൻറ്റ്സും നിയമവിധേയമായിട്ടാണോ നടക്കപ്പെടുന്നത് അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ഫ്രോഡുലൻ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ടോ ഇല്ലോ എന്ന് വിലയിരുത്താൻ വേണ്ടിയുള്ള ഒരു വ്യക്തികളാണ് ഗവൺമെൻറ് ബോഡീസ് അഥവാ റെഗുലേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഗവൺമെൻറ് ബോഡീസ് ഏജൻസീസ് ഹൂ മോണിറ്റർ ആൻഡ് കൺട്രോൾ ഇലക്ട്രോണിക് പേയ്മെൻറ്റ് ട്രാൻസാക്ഷൻ. ഇലക്ട്രോണിക് ക്യാഷ് പേയ്മെൻറ്റ് ഉപയോഗിച്ചുകൊണ്ടുള്ള പണപരമായിട്ടുള്ള ഇടപാടുകളെ നിരീക്ഷിക്കുകയും അവയെ കൺട്രോൾ ചെയ്യുകയും ചെയ്യുന്ന റെഗുലേറ്ററി അതോറിറ്റീസാണ് ഗവൺമെൻറ് ബോഡീസിനെയാണ് പ്രധാനമായിട്ടും റെഗുലേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇത്രയും ആളുകളാണ് പ്രധാനമായിട്ടും ഇലക്ട്രോണിക് ക്യാഷ് പേയ്മെൻറ്റ് ട്രാൻസാക്ഷനിൽ ഇൻവോൾവ് ആകുന്ന പാർട്ടീസ് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ പ്രധാനപ്പെട്ട സ്വഭാവം എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രോണിക് ക്യാഷ് പേയ്മെൻറ്റ് സിസ്റ്റത്തിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നാണ് പറഞ്ഞു വരുന്നത്. ഒന്നാമത്തെ കാര്യമാണ് കറൻസി ബാക്കിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രോണിക് ക്യാഷ് ഈസ് ബാക്ക്ഡ് സഫിഷ്യൻറ്റ് കറൻസീസ് വിച്ച് ഗീവ് വാല്യൂ ഓഫ് ഇലക്ട്രോണിക് ക്യാഷ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് നമ്മുടെ നമ്മൾ എത്ര രൂപയുടെ മൂല്യമുള്ള കറൻസിയാണ് കയ്യിൽ പിടിക്കുന്നത്, അത്രയും മൂല്യമുള്ള കറൻസി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഡിജിറ്റലൈസ്ഡ് രൂപത്തിൽ നമുക്ക് നമ്മുടെ സ്മാർട്ട് ഫോണിലോ അല്ലെങ്കിൽ ഡിവൈസിലോ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. ഓക്കെ, അങ്ങനെ എന്താണ് നമ്മുടെ ഇലക്ട്രോണിക് രൂപത്തിൽ കറൻസിക്ക് മൂല്യം നൽകുന്ന ഒന്നാണ്, അല്ലെങ്കിൽ കൈകളിലുള്ള കറൻസിയുടെ അതേ മൂല്യം തന്നെ നമ്മുടെ ഡിജിറ്റലൈസ്ഡ് രൂപത്തിൽ സ്വീകർത്താവിന് നൽകുന്ന ഒന്നാണ് എന്തെന്ന് പറയുന്നത് ഈ ക്യാഷ് എന്ന് പറയുന്നത്. അതായത് ഒരു പണപരമായിട്ടുള്ള മൂല്യം നൽകുവാൻ ഈ ഇലക്ട്രോണിക് കറൻസിക്ക് സാധിക്കുന്നു എന്നാണ് പറയുന്നത്. നമുക്ക് എന്താണ് നമ്മുടെ കൈകളിൽ നമ്മുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്താതെ തന്നെ നമുക്ക് നമ്മുടെ പണപരമായിട്ടുള്ള ആവശ്യങ്ങൾ
പൂർത്തീകരിക്കാൻ വേണ്ടിയുള്ള ഒരു പവർ, ഒരു പർച്ചേസിങ് പവർ, അല്ലെങ്കിൽ എന്താണ് ഒരു മൂല്യം നൽകുവാൻ വേണ്ടി, കറൻസിയുടെ മൂല്യം നൽകുവാൻ സാധിക്കുന്ന ഒന്നാണ് എന്തെന്ന് പറയുന്നത് ഇലക്ട്രോണിക് ക്യാഷ് എന്ന് പറയുന്നത്. എക്സ്ചേഞ്ചബിലിറ്റി, ഇറ്റ് ക്യാൻ എക്സ്ചേഞ്ച് ലൈക്ക് പേപ്പർ കറൻസി വിത്തൗട്ട് റെഫറൻസ് ഓഫ് എ ബാങ്ക്. അതായത് സാധാരണ രീതിയിൽ ഒരു ബാങ്കിൻ്റെ ഇൻ്റർവെൻഷൻ നമ്മൾ ബാക്കിയുള്ള ഇലക്ട്രോണിക് പേയ്മെൻ്റ് ഒക്കെ നടത്തും, ബാക്കിയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ ബാക്കിയുള്ള ഇലക്ട്രോണിക് പേയ്മെൻറ്റ് സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വാണിജ്യ വ്യാപാര പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പണമിടപാടുകളോ അല്ല എങ്കിൽ എന്താണ് ബാക്കിയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള പണമിടപാടുകൾ നമ്മൾ പൂർത്തീകരിക്കുമ്പോൾ നമ്മളുടെയൊക്കെ ബാങ്കുകാരുടെ അനുവാദമാണ്. ഇപ്പോൾ ATM കാർഡ്, ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചുകൊണ്ടോ നെറ്റ് ബാങ്ക് ഉപയോഗിച്ചുകൊണ്ടോ ഇലക്ട്രോണിക് ചെക്ക് ഉപയോഗിച്ചുകൊണ്ടോ നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള പണമിടപാടുകൾ പൂർത്തീകരിക്കുകയാണെങ്കിൽ അതിന് ബാങ്കുകാരുടെ അനുവാദം കൂടിയേ തീരൂ അല്ലേ. എന്നാൽ ഇലക്ട്രോണിക് ക്യാഷ് സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് പണമിടപാടുകൾ പൂർത്തീകരിക്കാൻ ബാങ്കുകാരുടെ റെഫറൻസിൻ്റെ ആവശ്യമില്ല, അവരുടെ അനുവാദത്തിൻ്റെ ആവശ്യമില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, ആരുടെ കയ്യിലാണ് ഇലക്ട്രോണിക് ക്യാഷ് ടോക്കൺ കോയിൻസ് ഉള്ളത് അത് കിട്ടണമെങ്കിൽ ബാങ്കുകാരുടെ അനുവാദം വേണം. അത് ഉപയോഗിച്ചുകൊണ്ട് എന്ത് പർച്ചേസ് നടത്തണം, എന്ത് സെയിൽ നടത്തണം എന്നുള്ളത് ബാങ്കുകാരെ അറിയിക്കേണ്ട കാര്യമില്ല. ഓക്കെ, എന്ത് പണമിടപാടിന് വേണ്ടിയാണ് അല്ലെങ്കിൽ എന്ത് പണപരമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ഈ ഇലക്ട്രോണിക് ടോക്കൺ കോയിൻസ് ഉപയോഗിക്കുന്നത് എന്ന് ബാങ്കുകാരെ അറിയിക്കേണ്ട ആവശ്യമില്ല എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ എളുപ്പത്തിൽ കൈമാറ്റം ചെയ്യപ്പെടാൻ പറ്റുന്ന ഒന്നാണ് എന്തെന്ന് പറയുന്നത് ഇലക്ട്രോണിക് ക്യാഷ് എന്ന് പറയുന്നത്. പിന്നെ മറ്റൊരു കാര്യമാണ് സ്റ്റോറബിൾ ആൻഡ് റിട്രീവബിൾ. അതായത് നമുക്ക് ഈ ഇലക്ട്രോണിക് ക്യാഷ് സിസ്റ്റം എന്ന് പറയുന്നത് സിമ്പിളായിട്ട് ഡിജിറ്റലൈസ്ഡ് രൂപത്തിൽ നമുക്ക് പെൻഡ്രൈവിലോ അല്ലെങ്കിൽ എന്താണ് സ്മാർട്ട് ഫോണിലോ ഇൻ്റർനെറ്റിൻ്റെ സഹായമുള്ള ഏതെങ്കിലും ഒരു ഇലക്ട്രോണിക് ഡിവൈസിൽ ശേഖരിച്ച് വെക്കുവാൻ പറ്റും. അതുകൂടാതെ തന്നെ അത് എളുപ്പത്തിൽ നമുക്ക് വിനിയോഗിക്കുവാനും വീണ്ടെടുക്കുവാനും സാധിക്കും. ആ തരത്തിലുള്ള സ്വഭാവമുള്ളതാണ് ഇലക്ട്രോണിക് ക്യാഷ് എന്ന് പറയുന്നത്. പിന്നെ മറ്റൊരു കാര്യമാണ് അനോണിമിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് കീപ്സ് ആൻ ഐഡൻറ്റിറ്റി ഓഫ് ദി യൂസർ അൺനോൺ ജസ്റ്റ് ലൈക്ക് ദ യൂസർ പേപ്പർ കറൻസി. അതായത് പേപ്പർ കറൻസി ഉപയോഗിച്ച് ഇപ്പോൾ നമ്മളൊരു കടയിൽ ചെന്നിട്ട് പരമ്പരാഗതപരമായിട്ടുള്ള കൊമേഴ്ഷ്യൽ ട്രാൻസാക്ഷനോ അല്ലെങ്കിൽ മറ്റ് പണമിടപാട് ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന പേപ്പർ കറൻസി ആയിരിക്കാം. ഈ പേപ്പർ കറൻസി ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള പണമിടപാടുകൾ നടത്തുമ്പോൾ ഒരിക്കലും നമ്മൾ നമ്മുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തുന്നില്ല. അതേ സെയിം രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ക്യാഷ് എന്ന് പറയുന്ന ഇലക്ട്രോണിക് പേയ്മെൻറ്റ് സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്താതെ നമ്മുടെ പണപരമായിട്ടുള്ള ആവശ്യങ്ങളെ നമുക്ക് പൂർത്തീകരിക്കുവാൻ സാധിക്കും. അതായത് നമുക്ക് ആരാണ് ഈ പൈസ തന്നതെന്നോ അയാളുടെ പേഴ്സണൽ ഡീറ്റെയിൽസോ ബാങ്ക് ഡീറ്റെയിൽസോ ഒരിക്കലും വെളിപ്പെടുത്താതെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, അയാൾക്ക് അയാളുടെ പണപരമായിട്ടുള്ള ആവശ്യങ്ങളെ എളുപ്പത്തിൽ പൂർത്തീകരിക്കാൻ സാധിക്കും. ആ തരത്തിൽ സ്വഭാവമുള്ളതാണിത്. ഇൻഡിസ്വിസിബിൾ ഇലക്ട്രോണിക് ക്യാഷ് ക്യാൻ ബി ഡിവൈഡ് ഇൻറ്റു സ്മാൾ പാർട്സ് ആൻഡ് യൂസ്ഡ് ടു സ്മാൾ പർച്ചേസസ്. അതായത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇലക്ട്രോണിക് ക്യാഷ് സിസ്റ്റത്തെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ചില്ലറയാക്കാൻ പറ്റും. ഇപ്പം നമുക്ക് നമ്മുടെ കയ്യിലൊരു 100 രൂപ ഉണ്ടെങ്കിൽ ആ 100 രൂപയെ നമുക്ക് എന്താണ് 10 രൂപ നമുക്കതിനെ ചില്ലറ പൈസ ആക്കി മാറ്റാൻ പറ്റും. ഇല്ല 10 രൂപയുടെ നോട്ട്, 50 രൂപയുടെ നോട്ട്, 20 രൂപയുടെ നോട്ട് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ചില്ലറ പൈസ ആക്കി മാറ്റാൻ പറ്റും. എന്ന് പറഞ്ഞ പോലെ തന്നെ ഇലക്ട്രോണിക് ക്യാഷിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് പല ഇലക്ട്രോണിക് ടോക്കൺ കോയിൻസ് ആക്കി മാറ്റാൻ പറ്റും. ഇത് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ചെറിയ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള പർച്ചേസ് നമുക്ക് നടത്തുവാൻ സാധിക്കും. ഇങ്ങനെ ഇലക്ട്രോണിക് ക്യാഷിനെ ഭാഗിക്കാൻ പറ്റുന്ന ഒന്നാണെന്നാണ് പറയുന്നത്. ഇനി നമുക്ക് നോക്കാം എന്തൊക്കെ തരത്തിലുള്ള പ്രോസസ്സിംഗ് ഘട്ടമാണ് ഇലക്ട്രോണിക് ക്യാഷ് പേയ്മെൻറ്റ് സിസ്റ്റത്തിന് പ്രധാനമായിട്ടും ഉള്ളതെന്നാണ് പറഞ്ഞു വരുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പീപ്പിൾ ഹു വാണ്ട് ടു യൂസ് ദ ഫെസിലിറ്റീസ് ഓഫ് ഇലക്ട്രോണിക് ക്യാഷ് ഹാവ് ടു സ്റ്റാർട്ട് ആൻ അക്കൗണ്ട് വിത്ത് ആൻ ഇഷ്യൂവർ ആൻഡ് ഷുഡ് ഗെറ്റ് ആൻ ഇലക്ട്രോണിക് ക്യാഷ് സോഫ്റ്റ്വെയർ ഫോർ വിഡ്രോവൽ ആൻഡ് ഡിപ്പോസിറ്റ് ഓഫ് ഇലക്ട്രോണിക് ക്യാഷ്. അതായത് നമ്മൾ ഇലക്ട്രോണിക് ക്യാഷ് രൂപത്തിലുള്ള ഇലക്ട്രോണിക് പേയ്മെൻറ്റ് നടത്താൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ ഏതൊക്കെ തരത്തിലുള്ള ഘട്ടങ്ങളാണ് പൂർത്തിയാക്കേണ്ടതെന്നാണ് പറയുന്നത്. ഒന്നാമത്തെ കാര്യം, ഇലക്ട്രോണിക് ക്യാഷ് ഉപയോഗിച്ചുകൊണ്ട് തങ്ങളുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്താതെ പണപരമായിട്ടുള്ള ഇടപാടുകൾ പൂർത്തീകരിക്കാൻ ആഗ്രഹിക്കുന്നവർ ആദ്യം ചെയ്യേണ്ടത് ഇലക്ട്രോണിക് ക്യാഷ് കൊടുക്കുന്ന ഏതെങ്കിലും ഒരു ബാങ്കിൽ ഒരു അക്കൗണ്ട് എടുക്കുക എന്നതാണ്. ദെൻ അക്കൗണ്ടിൽ പൈസ ഡിപ്പോസിറ്റ് ചെയ്യുക. പിന്നെ രണ്ടാമത് ചെയ്യേണ്ട കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഇൻ്റർനെറ്റ് സൗകര്യമുള്ള ഏതെങ്കിലും ഒരു ഡിവൈസിൽ ഏതെങ്കിലും ഒരു ഇലക്ട്രോണിക് ക്യാഷ് പേയ്മെൻറ്റ് സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുക. ഇതാണ് രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത്. ഇനി മറ്റൊരു കാര്യം എന്താ പറഞ്ഞേക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ദ കസ്റ്റമർ ഹാസ് എൻഷുർ റിക്വയർഡ് എമൗണ്ട് ഓഫ് ഇലക്ട്രോണിക് ക്യാഷ് ഇൻ ക്രെഡിറ്റ് ടു മീറ്റിംഗ് ഹിസ് ഓൺലൈൻ പേയ്മെൻറ്റ്സ്. അതായത് അദ്ദേഹത്തിൻ്റെ ഓൺലൈൻ പേയ്മെൻറ്റ്സ് നടത്തുവാൻ മതിയായ കാശ് എമൗണ്ട് അദ്ദേഹത്തിൻ്റെ ഇലക്ട്രോണിക് ക്യാഷിൽ ക്രെഡിറ്റ് ആയിട്ടുണ്ട് എന്ന് അദ്ദേഹം കൃത്യമായിട്ടും ഉറപ്പ് വരുത്തിയിട്ടുണ്ടാകണം. പിന്നെ മറ്റൊരു കാര്യം എന്താ പറഞ്ഞേക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇലക്ട്രോണിക് ക്യാഷ് പേയ്മെൻറ്റ്സ് നടത്താൻ വേണ്ടി ഇലക്ട്രോണിക് ക്യാഷ് കറൻസീസ് നൽകുന്ന ബാങ്കിൽ അക്കൗണ്ട് എടുത്ത് ബാങ്കിൽ പൈസ ഡിപ്പോസിറ്റ് ചെയ്ത് ബാങ്കുകാരുടെ അനുവാദത്തോടു കൂടി എന്താണ് നമ്മൾ ഇലക്ട്രോണിക് ക്യാഷ് ടോക്കൺ കോയിൻസ് നമ്മൾ നേടി. ദെൻ എന്ത് ചെയ്യുക, ഇലക്ട്രോണിക് ക്യാഷ് പേയ്മെൻറ്റ് സോഫ്റ്റ്വെയർ നമ്മൾ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്തു. ഇനി നമ്മൾ എന്താണ് ഉറപ്പ് വരുത്തേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രോണിക് ക്യാഷ് പേയ്മെൻറ്റ്സ് നടത്താൻ പറ്റിയ മതിയായ ബാലൻസ് നമ്മുടെ അക്കൗണ്ടിൽ ഉണ്ടോ എന്ന് കൃത്യമായിട്ടും കസ്റ്റമർ ഉറപ്പ് വരുത്തിയിട്ടുണ്ടാകണം. ദെൻ അടുത്തൊരു കാര്യം എന്താണ്, മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ മെർച്ചൻറ്റ് ഹു പ്രിഫർ ടു ഇലക്ട്രോണിക് ക്യാഷ് പേയ്മെൻറ്റ് ഹാവ് ടു മെയിൻറ്റെയിൻ അക്കൗണ്ട്സ് വിത്ത് ഇലക്ട്രോണിക് ക്യാഷ് ഇഷ്യൂവർ.
ഇനി നമ്മൾ ഇലക്ട്രോണിക് ക്യാഷ് ഉപയോഗിച്ചുകൊണ്ട് പേയ്മെൻറ്റ് സ്വീകരിക്കുന്ന ഏതെങ്കിലും ഒരു വ്യാപാരിയുടെ കയ്യിൽ നിന്ന് കസ്റ്റമറിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളും സേവനങ്ങളും പർച്ചേസ് ചെയ്യുക എന്നതാണ് അടുത്ത ഘട്ടം എന്ന് പറയുന്നത്. എല്ലാ വ്യാപാരികളും ഇലക്ട്രോണിക് ക്യാഷ് പേയ്മെൻറ്റ് സ്വീകരിക്കണമെന്നില്ല. അപ്പോൾ ഇലക്ട്രോണിക് ക്യാഷ് പേയ്മെൻറ്റ് സ്വീകരിക്കുന്ന മെർച്ചൻസിൻ്റെ കയ്യിൽ നിന്നും വ്യാപാരികളുടെ കയ്യിൽ നിന്നും നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളും സേവനങ്ങളും വാങ്ങുക. ദെൻ അടുത്തൊരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ when the customer purchases goods from the merchant, he transfers sufficient electronic cash payment ടു ദി അക്കൗണ്ട്സ് ഓഫ് ദി മെർച്ചൻറ്റ്. അദ്ദേഹം കസ്റ്റമർ മെർച്ചൻറ്റിൻ്റെ കയ്യിൽ നിന്ന് ഗുഡ്സോ സാധനങ്ങളോ സേവനങ്ങളോ വാങ്ങിയതിന് ശേഷം അതിന് ആ ഒരു പർച്ചേസ് പൂർത്തീകരിക്കാൻ വേണ്ടിയുള്ള പണമിടപാടുകൾ നടത്താൻ വേണ്ടി ഇലക്ട്രോണിക് ക്യാഷ് സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് മെർച്ചൻ്റെ അക്കൗണ്ടിലേക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യുക. അതാണ് അടുത്ത ഘട്ടം എന്ന് പറയുന്നത്. ദെൻ അടുത്ത ഘട്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺ റിസീവിങ് ഇലക്ട്രോണിക് ക്യാഷ് ഫ്രം ദി കസ്റ്റമർ ദ മെർച്ചൻറ്റ് വിൽ ഗെറ്റ് ആൻ ഇൻഫർമേഷൻ ഫ്രം ദി ബാങ്ക് ആൻഡ് ദ ബാങ്ക് വിൽ വാലിഡേറ്റ് ദ ഇലക്ട്രോണിക് ക്യാഷ് ട്രാൻസാക്ഷൻ. അതായത് അടുത്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇലക്ട്രോണിക് ക്യാഷ് പേയ്മെൻറ്റ്സ് വഴി മെർച്ചൻ്റ് വ്യാപാരിയുടെ അക്കൗണ്ടിൽ കസ്റ്റമർ തന്ന പൈസ വന്നിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടി മെർച്ചൻ്റ് എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ മെർച്ചൻ്റ് അദ്ദേഹത്തിൻ്റെ ബാങ്കുമായിട്ടുള്ള ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് പരിശോധിക്കും. ദെൻ കസ്റ്റമർ ഇലക്ട്രോണിക് പേയ്മെൻറ്റ് ഉപയോഗിച്ചുകൊണ്ട് മെർച്ചൻ്റ് അക്കൗണ്ടിലേക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ വ്യാപാരിയുടെ അക്കൗണ്ട് ഏത് ബാങ്കിലാണുള്ളത് ആ ബാങ്കുകാർ അത് പരിശോധിക്കുകയും കസ്റ്റമറുടെ അക്കൗണ്ടിൽ മതിയായ ക്യാഷ് ബാലൻസ് ഉണ്ടെങ്കിൽ അതിൽ നിന്നും പർച്ചേസ് ചെയ്ത ഗുഡ്സിൻ്റെ പൈസ മെർച്ചൻ്റ് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യുകയും ചെയ്യും. അതാണ് ഇവിടെ പ്രധാനമായിട്ടും പറയുന്നത്. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ the bank then the debt of the customer account for the amount of purchase and deposit money in the merchant account. അതായത് മുകളിൽ പറഞ്ഞിരിക്കുന്ന അതേ സെയിം കാര്യം തന്നെയാണ്. എന്താണ് കസ്റ്റമറുടെ കയ്യിൽ നിന്നും മറ്റു മെർച്ചൻറ്റിന് ഇലക്ട്രോണിക് ക്യാഷ് പേയ്മെൻറ്റ് സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് ക്യാഷ് കിട്ടിക്കഴിഞ്ഞാൽ പണമിടപാട് പൂർത്തിയാക്കുമെന്ന് അറിയാൻ വേണ്ടി മെർച്ചൻ്റ് എന്ത് ചെയ്യും, അദ്ദേഹത്തിൻ്റെ ബാങ്ക് അക്കൗണ്ടിനെ ബാങ്കിനെ അത് ഇൻഫോം ചെയ്യും. ബാങ്കുകാരത് വാലിഡേറ്റ് ചെയ്തിട്ട് പറയും കസ്റ്റമറുടെ അക്കൗണ്ടിൻ്റെ കയ്യിൽ നിന്ന് പൈസ കിട്ടിയിട്ടുണ്ടെങ്കിൽ കസ്റ്റമർ ഈ പേയ്മെൻറ്റ് ഉപയോഗിച്ചുകൊണ്ട് പണമിടപാട് പൂർത്തിയാക്കിയിട്ടുണ്ടെങ്കിൽ കസ്റ്റമറുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പൈസ ഡെബിറ്റ് ചെയ്യുകയും മെർച്ചൻ്റെ ബാങ്ക് അക്കൗണ്ടിലെ പൈസ ക്രെഡിറ്റ് ചെയ്യുകയും ചെയ്യും. ഇത്രയുമാണ് പ്രധാനമായിട്ടും നമ്മുടെ ക്യാഷ് പേയ്മെൻറ്റ് സിസ്റ്റത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഏതൊക്കെ രീതിയിലുള്ള ഇലക്ട്രോണിക് ക്യാഷ് പേയ്മെൻറ്റ് സിസ്റ്റമാണ് പ്രധാനമായിട്ടും ഉള്ളതെന്നാണ്. ഒന്നാമത്തെ കാര്യമാണ് ഓൺലൈൻ ക്യാഷ് പേയ്മെൻറ്റ്. ഇറ്റ് ഈസ് റെഫർ ടു ഇലക്ട്രോണിക് ക്യാഷ് വിച്ച് ആക്സസ് ഓവർ ഇൻ്റർനെറ്റ് ഫ്രം ഇഷ്യൂയിങ് ബാങ്ക്സ് ഓഫ് ഇലക്ട്രോണിക് ക്യാഷ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ്റർനെറ്റിലൂടെ ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഇലക്ട്രോണിക് ക്യാഷ് പേയ്മെൻറ്റ്സ് രീതിയാണ് ഓൺലൈൻ ഇലക്ട്രോണിക് ക്യാഷ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടു കൂടി ഓൺലൈനായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള പണമിടപാടുകൾ നടത്തുമ്പോൾ ആക്സസ് ചെയ്തുകൊണ്ട് പേയ്മെൻറ്റ് പൂർത്തീകരിക്കുവാനും പണമിടപാടുകൾ പൂർത്തീകരിക്കാൻ സഹായിക്കുന്ന കറൻസിയാണ് ഓൺലൈൻ ഇലക്ട്രോണിക് ക്യാഷ് എന്ന് പറയുന്നത്. ഓഫ്ലൈൻ ഇലക്ട്രോണിക് ക്യാഷ് കൊണ്ട് അർത്ഥമാക്കുന്നത് ഇറ്റ് ഈസ് റെഫർ ടു ഡിജിറ്റൽ മണി സ്റ്റോർ ഇൻ ഇലക്ട്രോണിക് വാലറ്റ്, സ്മാർട്ട് ഫോൺസ്, അതർ ഫോംസ് ഓഫ് ഓഫ്ലൈൻ ഡിവൈസസ്. അതായത് നമ്മൾ ഏത് തരത്തിലുള്ള PayTM അല്ലെങ്കിൽ എന്താണ് ബാക്കിയുള്ള സ്മാർട്ട് ഫോൺസ് അതുപോലെ തന്നെ ബാക്കിയുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഇലക്ട്രോണിക് ഡിവൈസിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള ഇലക്ട്രോണിക് ക്യാഷിനെയാണ് പ്രധാനമായിട്ടും ഓഫ്ലൈൻ ഇലക്ട്രോണിക് ക്യാഷ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതായത് പർച്ചേസുമായി നമ്മൾക്ക് നമ്മുടെ വാണിജ്യ വ്യാപാര ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള പണമിടപാടുകൾ പൂർത്തീകരിക്കുവാനും മറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള പണമിടപാടുകൾ പൂർത്തീകരിക്കുവാനും നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള സ്മാർട്ട് ഫോണുകളിലോ മറ്റേതെങ്കിലും ഡിവൈസുകളിലോ ഇൻ്റർനെറ്റ് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും തരത്തിലുള്ള ഡിവൈസുകളിലോ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള ഇലക്ട്രോണിക് ക്യാഷിനെയാണ് നമ്മൾ ഓഫ്ലൈൻ ഇലക്ട്രോണിക് ക്യാഷ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി ഇലക്ട്രോണിക് ക്യാഷിൻ്റെ പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജസ് എന്തൊക്കെയെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇറ്റ് ഡസ് നോട്ട് റിവീൽ ദ ഐഡൻറ്റിറ്റി ഓഫ് ദി യൂസർ, എൻഷുർ ദ പ്രൈവസി ഓഫ് ഇ-കൊമേഴ്സ് ട്രാൻസാക്ഷൻ. അതായത് ഇലക്ട്രോണിക് കൊമേഴ്സുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വാണിജ്യ വ്യാപാര പ്രവർത്തനങ്ങളുടെ പൂർത്തീകരണത്തിന് ആവശ്യമായിട്ട് വരുന്ന പണമിടപാടുകൾ നടത്തുമ്പോൾ ആ പണമിടപാടുകൾ നടത്തുന്ന വ്യക്തിയുടെ പ്രൈവസി നഷ്ടപ്പെട്ടു പോകുന്നില്ല എന്ന് ഉറപ്പ് വരുത്തുവാൻ ഇലക്ട്രോണിക് ക്യാഷ് പേയ്മെൻറ്റ് സിസ്റ്റത്തിന് സാധിക്കുന്നു. അതായത് ഇലക്ട്രോണിക് ക്യാഷ് പേയ്മെൻറ്റ് സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് ഏതെങ്കിലും വ്യക്തി കൊമേഴ്ഷ്യൽ ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടോ മറ്റ് ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടോ പണം പേയ്മെൻറ്റ്സ് നടത്തുമ്പോൾ ഓൺലൈനായിട്ട് അല്ലെങ്കിൽ ഈ ഇൻ്റർനെറ്റ് വഴി പേയ്മെൻറ്റ്സ് നടത്തുമ്പോൾ ആ പേയ്മെൻറ്റ്സ് നടത്തുന്ന ആളുടെ ഐഡൻറ്റിറ്റിയോ പേഴ്സണൽ ഡീറ്റെയിൽസോ ബാങ്ക് ഡീറ്റെയിൽസോ ഒരിക്കലും മറ്റൊരു വ്യക്തിയുടെ മുമ്പാകെ
വെളിപ്പെട്ട് വരുന്നില്ല. അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ഡീറ്റെയിൽസും ബാങ്ക് ഡീറ്റെയിൽസും മറച്ചു വെച്ചുകൊണ്ട് അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റും? അദ്ദേഹത്തിൻ്റെ പണപരമായിട്ടുള്ള ആവശ്യങ്ങളെ പൂർത്തീകരിക്കാൻ സാധിക്കും. ഇതാണ് ഇതിൻ്റെ ഫസ്റ്റ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. പിന്നെ മറ്റൊരു കാര്യമാണ് ഇറ്റ് ഈസ് ട്രാൻസ്ഫറബിൾ ലൈക്ക് എ പേപ്പർ കറൻസി വിത്തൗട്ട് ഇൻ്റർവെൻഷൻ ഓഫ് എ ബാങ്ക്. അതായത് നമ്മൾ സാധാരണ രീതിയിൽ പണപരമായിട്ടുള്ള കറൻസി എങ്ങനെയാണോ ഉപയോഗിച്ചുകൊണ്ട് പണമിടപാടുകൾ നടത്തുന്നത്, അതേ സെയിം രീതിയിൽ ഇലക്ട്രോണിക് ക്യാഷ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പണമിടപാടുകൾ നടത്താം. നമ്മൾ ബാക്കിയുള്ള ഇലക്ട്രോണിക് പേയ്മെൻറ്റ് സംവിധാനങ്ങൾ ഉപയോഗിക്കുമ്പോൾ ബാങ്കിൻ്റെ ഒരു ഇൻ്റർവെൻഷൻ അവിടെ ഉണ്ടാകുന്നു, ബാങ്കിൻ്റെ ഒരു ഇടപെടൽ ഉണ്ടാകുന്നു. ഡെബിറ്റ് കാർഡ് ഉപയോഗിക്കുമ്പോഴോ, ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുമ്പോഴോ, നെറ്റ് ബാങ്കിങ് ഉപയോഗിക്കുമ്പോഴോ, ഇലക്ട്രോണിക് ചെക്ക് പേയ്മെൻറ്റ് ഉപയോഗിക്കുമ്പോഴോ എന്നീ പറയുന്ന ഇലക്ട്രോണിക് പേയ്മെൻറ്റ് സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പണമിടപാടുകൾ പൂർത്തിയാക്കുമ്പോൾ അവിടെ ബാങ്കിൻ്റെ ഒരു ഇടപെടൽ ഉണ്ടാകും. അത് ഒഴിവാക്കിക്കൊണ്ട് പൈസ കൊടുക്കുന്ന ആളും പൈസ വാങ്ങുന്ന ആളും തമ്മിൽ നേരിട്ട് ക്യാഷ് ട്രാൻസാക്ഷൻസ് നടത്താൻ സഹായിക്കുന്ന ഒരു ഇലക്ട്രോണിക് പേയ്മെൻറ്റ് സംവിധാനമാണെന്ന് പറയുന്നത് ഇലക്ട്രോണിക് ക്യാഷ് സിസ്റ്റം എന്ന് പറയുന്നത്. പിന്നെ മറ്റൊരു കാര്യമാണ് ഇറ്റ് ക്യാൻ ബി ഡിവൈഡ് ഇൻ ടു സ്മാളർ പാർട്സ് ആൻഡ് അലോ ദ യൂസർ ടു മേക്ക് ലാർജ് ക്വാണ്ടിറ്റീസ് ഓഫ് സ്മാൾ പർച്ചേസസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഇത് നമ്മൾ ഇലക്ട്രോണിക് ക്യാഷിനെ ചെറിയ ഭാഗങ്ങളായിട്ട് വിഭജിച്ച് വലിയ അളവിൽ ചെറിയ വാങ്ങലുകൾ നടത്താൻ ഉപഭോക്താവിന് സാധിക്കുന്ന തരത്തിലുള്ള ഒന്നാണ് ആ തരത്തിലുള്ളൊരു ക്യാഷ് പേയ്മെൻറ്റ് സിസ്റ്റമാണ് ഇലക്ട്രോണിക് ക്യാഷ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഇലക്ട്രോണിക് ഇപ്പോൾ 1000 രൂപയുണ്ടെങ്കിൽ ഒരു 10,000 രൂപയുണ്ടെങ്കിൽ അതിനെന്താണ് ചെറിയ ഘടകങ്ങളായിട്ട് വിഭജിച്ചിട്ട് വലിയ അളവിൽ സാധനങ്ങൾ ഒരുമിച്ച് വാങ്ങാൻ സാധിക്കുന്ന ചെറിയ പർച്ചേസുകൾ കൊണ്ട് വലിയ അളവിൽ സാധനങ്ങൾ വാങ്ങി ഉപയോഗിക്കാൻ സാധിക്കുന്ന തരത്തിൽ ഉപഭോക്താവിനെ സഹായിക്കുന്ന ഒരു ഇലക്ട്രോണിക് ക്യാഷ് പേയ്മെൻറ്റ് സിസ്റ്റം ആണെന്ന് പറയുന്നത് ഇ ക്യാഷ് എന്ന് പറയുന്നത്. ഇലക്ട്രോണിക് ക്യാഷ് നമുക്ക് ചെറിയ ഘടകങ്ങളായിട്ട് ചെറിയ ഭാഗങ്ങളായിട്ട് നമുക്ക് വിഭജിക്കുവാനും അതുപയോഗിച്ചുകൊണ്ട് ചെറിയ രീതിയിലുള്ള പർച്ചേസുകൾ നടത്തി വലിയ അളവിലെ സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് പോകുവാനും ഉപഭോക്താവിന് സാധിക്കുന്നു. പിന്നെ മറ്റൊരു കാര്യമാണ് ഇറ്റ് ഈസ് പോർട്ടബിൾ ആൻഡ് ക്യാൻ ബി കാരിയഡ് എനിവെയർ. അതായത് ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇലക്ട്രോണിക് ഏത് രൂപത്തിലേക്ക് നമുക്ക് ഈസി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇത് എവിടെ വേണമെങ്കിലും നമുക്ക് കൈമാറ്റം ചെയ്യാനും പറ്റും. അതായത് ഇപ്പോൾ നമുക്ക് ഇന്ത്യയിലാണ് ഇന്ത്യൻ കറൻസി, വിദേശ രാജ്യങ്ങളാണെങ്കിൽ അതാത് രാജ്യത്ത് അതാത് കറൻസിയിലേക്കൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇലക്ട്രോണിക് ക്യാഷ് സിസ്റ്റത്തെ എളുപ്പത്തിൽ കൺവേർട്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ലോകത്തെ ഏത് സ്ഥലത്തും എന്താണ് അക്സെപ്റ്റബിൾ ആണ് ഇലക്ട്രോണിക് ക്യാഷ് പേയ്മെൻറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇറ്റ് ക്യാൻ ബി സ്റ്റോർഡ് ഇലക്ട്രോണിക്കലി ആൻഡ് യൂസ്ഡ് ആസ് ആൻഡ് വെൻ നീഡഡ്. ഇത് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് ഇലക്ട്രോണിക് ഡിജിറ്റലൈസ്ഡ് രൂപത്തിലാണ് ഇത് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് ഇത് ആവശ്യമുള്ളപ്പോൾ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഒരു ഇൻ്റർനെറ്റിൻ്റെ സഹായമുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ഇലക്ട്രോണിക് ഡിവൈസിൻ്റെ സഹായത്തോടു കൂടി എപ്പോൾ വേണമെങ്കിലും ഏത് സമയത്തും ഉപയോഗിക്കാൻ സാധിക്കും. സമയ തടസ്സം ഇത് ഇവിടെ കാര്യമാകുന്നില്ല. പിന്നെ മറ്റൊരു കാര്യമാണ് ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ബോത്ത് ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ. അതായത് നമുക്ക് ഓൺലൈനായിട്ട് നമുക്ക് ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടു കൂടി അല്ലെങ്കിൽ ഓഫ്ലൈനായിട്ട് ഏതെങ്കിലും ഇലക്ട്രോണിക് ഡിവൈസ് ഇൻ്റർനെറ്റ് സൗകര്യമുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഇലക്ട്രോണിക് ഡിവൈസിലോ നമുക്ക് സൂക്ഷിച്ചു വെക്കാൻ പറ്റും. ആവശ്യമുള്ളപ്പോൾ സമയ തടസ്സമില്ലാതെ നമുക്കിത് വിനിയോഗിക്കുവാനും സാധിക്കും. പിന്നെ മറ്റൊരു കാര്യമാണ് ഇറ്റ് ഇസ് എ ഹൈലി സേഫ് വിച്ച് അവോയ്ഡ് ദ റിസ്ക് ഓഫ് ഹോൾഡിംഗ് പേപ്പർ കറൻസി ആസ് വെൽ ആസ് സെക്യൂരിറ്റി ത്രെസ് ഇൻ ഇ-കൊമേഴ്സ് ട്രാൻസാക്ഷൻ. അതായത് നമ്മൾ ഇ-കൊമേഴ്സ് മുഖേന വാണിജ്യ വ്യാപാര പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ അല്ലെങ്കിൽ മറ്റേതും തരത്തിലുള്ള പരമ്പരാഗത രീതിയിലുള്ള വാണിജ്യ വ്യാപാര പ്രവർത്തനങ്ങൾ ഇലക്ട്രോണിക് കൊമേഴ്സ് മുഖേനയുള്ള വാണിജ്യ വ്യാപാര പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ പണപരമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന പേപ്പർ കറൻസിയേക്കാൾ കൂടുതൽ വളരെയധികം അപകടരഹിതമായിട്ടുള്ള ഒരു ക്യാഷ് പേയ്മെൻറ്റ് സംവിധാനമാണെന്ന് പറയുന്നത് ഇലക്ട്രോണിക് ക്യാഷ് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ പ്രധാനപ്പെട്ട ഡിസ്അഡ്വാൻറ്റേജ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ദ അനോണിമിറ്റി ഓഫ് ട്രാൻസാക്ഷൻ മേക്ക് ഇറ്റ് ഡിഫിക്കൽട്ട് ഫോർ റെഗുലേറ്ററി ഏജൻസീസ് മോണിറ്റർ ദ ഇ-കൊമേഴ്സ് ട്രാൻസാക്ഷൻ. അതായത് നമുക്കറിയാം ഇലക്ട്രോണിക് ക്യാഷ് കറൻസി എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാഷ് പേയ്മെൻറ്റ്സ് നടത്തുന്ന ആളുടെ ഐഡൻറ്റിറ്റി മറച്ചു വെച്ചുകൊണ്ടാണ് പണമിടപാടുകൾ പൂർത്തിയാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഗവൺമെൻറ് പോലുള്ള മോണിറ്ററിംഗ് അതോറിറ്റീസിന് അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തെ പണമിടപാടുകൾ സൂക്ഷ്മം നിരീക്ഷിക്കുകയും ഫ്രോഡുലൻ്റ് ആയിട്ടുള്ള പണമിടപാടുകൾ രീതിയൊന്നും നടക്കുന്നില്ല, നിയമവിധേയമായിട്ടുള്ള പണമിടപാട് രീതികൾ നമ്മുടെ രാജ്യത്ത് നിയമവിധേയമായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ചുകൊണ്ടുള്ള പണമിടപാടുകൾ ക്യാഷ് ട്രാൻസാക്ഷൻസ് മാത്രമേ നടക്കുന്നുള്ളൂ എന്ന് നിരീക്ഷിക്കുകയും കൺട്രോൾ ചെയ്യുകയും മോണിറ്ററിങ് ചെയ്യുന്ന ഗവൺമെൻറ് അതോറിറ്റീസിന് ഈ ക്യാഷ് പേയ്മെൻറ്റ് സിസ്റ്റം എന്ന് പറയുന്നത് വളരെയധികം പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാഷ് പേയ്മെൻറ്റ്സ് നടത്തുന്ന ആളുടെ ഐഡൻറ്റിറ്റി വ്യക്തമാക്കാത്തത് കൊണ്ട് തന്നെ ഇത് ഏത് വ്യക്തിയാണ് ഈ തരത്തിലുള്ളൊരു ക്യാഷ് പേയ്മെൻറ്റ് നടത്തുന്നതെന്ന് കൃത്യമായിട്ട് ഗവൺമെൻറ്റിന് കണ്ടുപിടിക്കുവാനോ അല്ലെങ്കിൽ ട്രേസ് ചെയ്യാനോ പറ്റാതെ വരും. ഓക്കെ, അതൊരു ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ ഇലക്ട്രോണിക് ക്യാഷ് പേയ്മെൻറ്റ് സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ടുള്ള ഫ്രോഡുലൻ്റ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് വളരെയധികം വർദ്ധിച്ചു വരികയും ചെയ്യും. അതായത് ബ്ലാക്ക് മണി ഉപയോഗിക്കുവാനും നിയമവിധേയമല്ലാത്ത റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇല്ലീഗൽ ആക്ടിവിറ്റീസിന് വേണ്ടി പണമിടപാടുകൾ നടത്തുവാനും ഇലക്ട്രോണിക് ക്യാഷ് സംവിധാനം ഉപയോഗിച്ചേക്കാം എന്നുള്ള ഒരു
പ്രതിസന്ധി എവിടെയുണ്ട്? പ്രധാനമായിട്ടും ഇലക്ട്രോണിക് ക്യാഷ് പേയ്മെൻറ്റ് സിസ്റ്റത്തിലുണ്ട്. ഇനി മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാങ്ക് ഹാവ് ടു മെയിൻറ്റെയിൻ ഹ്യൂജ് ഡീറ്റെയിൽഡ് ആൻഡ് കോൺഫിഡൻഷ്യൽ ഡാറ്റാബേസ് അവൈലബിൾ ഇലക്ട്രോണിക് ക്യാഷ് ഫെസിലിറ്റി ടു ദി കസ്റ്റമേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ബാങ്കുകളാണല്ലോ ഈ ഇലക്ട്രോണിക് ക്യാഷ് പേയ്മെൻറ്റ് സിസ്റ്റത്തിന് കസ്റ്റമേഴ്സിനെ സഹായിക്കുന്നത്. അപ്പോൾ കസ്റ്റമേഴ്സായിട്ടുള്ള ആളുകളുടെ വിവരങ്ങൾ രഹസ്യമായിട്ട് സൂക്ഷിക്കാൻ വേണ്ടി ബാങ്കുകാർ വലിയൊരു ഡേറ്റാബേസ് തന്നെ സൂക്ഷിക്കേണ്ടതായിട്ട് വരും. അതായത് ഇലക്ട്രോണിക് ക്യാഷ് സിസ്റ്റം ഏതൊക്കെ കസ്റ്റമേഴ്സിനാണ് കൊടുത്തേക്കുന്നത്, എത്ര എമൗണ്ടാണ് കൊടുത്തേക്കുന്നത്, അവരുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ വിവരങ്ങളും മറ്റാരും അറിയിക്കാതെ സൂക്ഷിക്കാൻ വേണ്ടി ബാങ്ക് വലിയൊരു ഡേറ്റാബേസ് തന്നെ സൂക്ഷിക്കേണ്ടതായിട്ട് വരും. ഇത് ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ഇനി മറ്റൊരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആസ് ദ റിസൾട്ട് ഓഫ് ദി ഡിഫിക്കൽട്ടി ഇൻ മോണിറ്ററിംഗ് ഇലക്ട്രോണിക് ക്യാഷ് ട്രാൻസാക്ഷൻ, ക്രിമിനൽസ് മേ യൂസ് ഫെസിലിറ്റി ടു കൺവേർട്ട് ഇല്ലീഗൽ മണി ഇൻറ്റു സ്പെൻഡബിൾ ക്യാഷ്. അതായത് നമുക്കറിയാം, ഇലക്ട്രോണിക് ക്യാഷ് ഉപയോഗിച്ചുകൊണ്ടുള്ള ക്യാഷ് ട്രാൻസാക്ഷൻസ് ഒരിക്കലും മോണിറ്റർ ചെയ്യാൻ പറ്റുകയില്ല. ആരാണ് ഈ ക്യാഷ് കൈമാറ്റം ചെയ്യുന്നതെന്ന് ഒരിക്കലും അദ്ദേഹത്തിൻ്റെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തി വരുന്നില്ല. സോ ക്രിമിനലായിട്ടുള്ള ആളുകളും ഫ്രോഡുലൻ്റ് ആയിട്ടുള്ള ആളുകളും അവരുടെ ബ്ലാക്ക് മണി വെളുപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു? ഈ രീതിയിലുള്ള സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നു. അത് നമ്മുടെ നിയമത്തിന് എതിരായിട്ടുള്ള കാര്യം തന്നെയാണ്. ഇനി മറ്റൊരു കാര്യമാണ്, ഈ ക്യാഷ് നോട്ട് യെറ്റ് ബിക്കം ഗ്ലോബൽ സക്സസ് ബിക്കോസ് ഓഫ് മെനി ലിമിറ്റേഷൻസ്. അതായത് ഈ ഇലക്ട്രോണിക് ക്യാഷ് പേയ്മെൻറ്റ് സിസ്റ്റത്തിന് വളരെയധികം പരിമിതികൾ ഉള്ളതുകൊണ്ട് തന്നെ ഇത് ആഗോളതലത്തിൽ വിജയകരമായിട്ടുള്ള ഒരു ഇലക്ട്രോണിക് പേയ്മെൻറ്റ് സംവിധാനമല്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഓക്കെ, കാരണം ഐഡൻറ്റിറ്റി മോണിറ്റർ ചെയ്യാൻ പറ്റുകയില്ല. പിന്നെന്താണ്, നിയമത്തിന് എഗനസ്റ്റ് ആയിട്ടുള്ള രീതിയിലുള്ള ക്രിമിനൽ ട്രാൻസാക്ഷൻസ് നടക്കാനുള്ള സാധ്യതയുണ്ട്. മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്താണ് ഇതിൻ്റെ പരിമിതികളാണ്. അതുകൊണ്ട് തന്നെ ആഗോളതലത്തിൽ എന്താണ് ഇലക്ട്രോണിക് ക്യാഷ് പേയ്മെൻറ്റ് സിസ്റ്റം എന്ന് പറയുന്നത് ഒരിക്കലും വിജയകരമായിട്ടുള്ളൊരു കാര്യമല്ല. കാരണം ബാങ്കുകൾക്ക് എന്താണ് ഈ ഇലക്ട്രോണിക് ക്യാഷ് പേയ്മെൻറ്റ് സിസ്റ്റം കൈകാര്യം ചെയ്യുന്ന കസ്റ്റമേഴ്സുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഡീറ്റെയിൽസ് സൂക്ഷിക്കുമ്പോൾ വലിയൊരു ഡേറ്റാബേസ് ആവശ്യമാണ്. ഇതൊക്കെയും ഇതിൻ്റെ പ്രധാനപ്പെട്ട പരിമിതികളാണ്. അതുകൊണ്ട് തന്നെ ഇത് ആഗോളതലത്തിൽ ഇത് വിജയകരമായിട്ടുള്ള ഒരു ഇലക്ട്രോണിക് പേയ്മെൻറ്റ് സിസ്റ്റം അല്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇനി മറ്റൊരു കാര്യമാണ്, മറ്റൊരു തരത്തിലുള്ള ഒരു മെത്തേഡാണ് പേയ്മെൻറ്റ് ഗേറ്റ്വേ എന്ന് പറയുന്നത്. പേയ്മെൻറ്റ് ഗേറ്റ്വേ എന്ന് പറയുന്നത് മറ്റൊരു തരത്തിലുള്ള ഒരു ഇലക്ട്രോണിക് പേയ്മെൻറ്റ് സംവിധാനം തന്നെയാണ്. പേയ്മെൻറ്റ് ഗേറ്റ്വേ ഈസ് ആൻ ഇ-കൊമേഴ്സ് സർവീസ് ദാറ്റ് പ്രോസസ് ഇലക്ട്രോണിക് പേയ്മെൻറ്റ് ഓഫ് ഇ-കൊമേഴ്സ് ട്രാൻസാക്ഷൻ. അതായത് ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടു കൂടി പ്രവർത്തിക്കുന്ന വാണിജ്യ വ്യാപാര പ്രവർത്തനങ്ങളായ ഇ-കൊമേഴ്സ് വാണിജ്യ വ്യാപാര പ്രവർത്തനങ്ങളുടെ പണപരമായിട്ടുള്ള പൂർത്തീകരണത്തിന് സഹായിക്കുന്ന ഒരു ഇ-കൊമേഴ്സ് സേവനമാണ് പേയ്മെൻറ്റ് ഗേറ്റ്വേ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഓതറൈസ് ആൻഡ് പ്രോസസ് ഡിഫറെൻറ്റ് മൂഡ്സ് ഓഫ് ഇലക്ട്രോണിക് പേയ്മെൻറ്റ്സ് ഇൻ ഇ-കൊമേഴ്സ്. അതായത് വ്യത്യസ്തമായിട്ടുള്ള രീതിയിലായിരിക്കും ഇ-കൊമേഴ്സ് വാണിജ്യ വ്യാപാര ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പണമിടപാടുകളെ പേയ്മെൻറ്റ് ഗേറ്റ്വേ ഉപയോഗിച്ചുകൊണ്ട് പൂർത്തീകരിക്കുന്നത്. The payment gateway is the infrastructure that allows the merchant to accept credit card and other forms of electronic payment. എന്ന് വെച്ച് കഴിഞ്ഞാൽ പേയ്മെൻറ്റ് ഗേറ്റ്വേ എന്ന് പറയുന്നത് ഒരു പ്ലാറ്റ്ഫോം ആണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അത് വ്യാപാരികളായിട്ടുള്ള ആളുകൾക്ക് അവരുടെ വ്യാപാര വാണിജ്യാവശ്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പണപരമായിട്ടുള്ള ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ ആവശ്യമായിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള ഇലക്ട്രോണിക് പേയ്മെൻറ്റ് സംവിധാനങ്ങളെ ശരിയായ രീതിയിൽ വിനിയോഗിക്കുവാനും അതുപയോഗിച്ചുകൊണ്ട് പണമിടപാടുകളെ പൂർത്തീകരിക്കുവാനും മെർച്ചൻസിനെ സഹായിക്കുന്ന ഒന്നാണ് പേയ്മെൻറ്റ് ഗേറ്റ്വേ എന്ന് പറയുന്നത്. അതിനുവേണ്ടി അടിസ്ഥാന സൗകര്യം ഒരുക്കുന്ന ഒരു പ്ലാറ്റ്ഫോം എന്ന് വേണമെങ്കിൽ നമുക്ക് പേയ്മെൻറ്റ് ഗേറ്റ്വേ പറയാൻ പറ്റും. പേയ്മെൻറ്റ് ഗേറ്റ്വേ ഹെൽപ്പ് ടു protect sensitive information like credit card number and other account information of the buyer. സാധനങ്ങൾ വാങ്ങുവാനും അതുപോലെ തന്നെ സാധനങ്ങൾ വാങ്ങിയിട്ട് പണമിടപാടുകൾ പൂർത്തീകരിക്കാൻ ആഗ്രഹിക്കുന്ന ബയേഴ്സ് നൽകുന്ന ഇലക്ട്രോണിക് പേയ്മെൻറ്റ് മെത്തേഡായ ക്രെഡിറ്റ് കാർഡിൻ്റെ വിവരങ്ങളും അതുപോലെ തന്നെ ക്രെഡിറ്റ് കാർഡ് നമ്പറും ശരിയാണോ എന്ന് വിശകലനം ചെയ്യുവാനും അതുവഴി എന്താണ് വാണിജ്യ വ്യാപാര പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പണമിടപാടുകളുടെ സുതാര്യതയും കൃത്യതയും ഉറപ്പുവരുത്തുവാനും ഒരു മെർച്ചൻറ്റിനെ സഹായിക്കുന്ന ഒരു ഇലക്ട്രോണിക് പേയ്മെൻറ്റ് സംവിധാനമാണ് അല്ലെങ്കിൽ പ്ലാറ്റ്ഫോമാണ് പേയ്മെൻറ്റ് ഗേറ്റ്വേ എന്ന് പറയുന്നത്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോണിക് കൊമേഴ്സ് വാണിജ്യ വ്യാപാര പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പണമിടപാടുകളെ ശരിയായ രീതിയിൽ പൂർത്തീകരിക്കുവാൻ ഒരു മെർച്ചൻറ്റിനെ അല്ലെങ്കിൽ ഒരു വ്യാപാരിയെ സഹായിക്കുന്ന ഒന്നാണ് പേയ്മെൻറ്റ് ഗേറ്റ്വേ എന്ന് പറയുന്നത്. ഒരു വാണിജ്യ വ്യാപാര ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇ-കൊമേഴ്സ് ട്രാൻസാക്ഷൻസിൻ്റെ പണമിടപാടുകൾ ചിലപ്പോൾ പൂർത്തീകരിക്കുന്നത് വ്യത്യസ്തമായിട്ടുള്ള ഇലക്ട്രോണിക് പേയ്മെൻറ്റ് സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടായിരിക്കാം. ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചുകൊണ്ടായിരിക്കാം, ചിലപ്പോൾ ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ചുണ്ടാകാം, ചിലപ്പോൾ നെറ്റ് ബാങ്കിങ് ഉപയോഗിച്ചുണ്ടാകാം, ഇലക്ട്രോണിക് ക്യാഷ് ഉപയോഗിച്ചുണ്ടാകാം, ഇലക്ട്രോണിക് ചെക്ക് ഉപയോഗിച്ചുണ്ടാകാം. ഇവയിൽ ഏതാണെങ്കിലും ആ തരത്തിലുള്ള പേയ്മെൻറ്റുകളുടെ കൃത്യതയും അവയുടെ സുരക്ഷിതത്വവും ശരിയായ രീതിയിൽ വിലയിരുത്തുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ പേയ്മെൻറ്റുകൾ സ്വീകരിക്കുകയോ അല്ലെങ്കിൽ നിരസിക്കുകയോ ചെയ്യുന്ന ഒരു ഇലക്ട്രോണിക് സംവിധാനത്തെയാണ് നമ്മൾ പേയ്മെൻറ്റ് ഗേറ്റ്വേ എന്ന് സിംപിളി പറയുന്നത്. ഓക്കെ,
ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന മറ്റൊരു കാര്യമാണ് എന്തൊക്കെ തരത്തിലുള്ള സ്വഭാവമാണ് പ്രധാനമായിട്ടും പേയ്മെൻറ്റ് ഗേറ്റ്വേക്ക് ഉള്ളതെന്നാണ് പറയുന്നത്. ഒന്നാമത്തെ കാര്യമാണ് ഇറ്റ് ഈസ് ആൻ ഇ കൊമേഴ്സ് സർവീസ് ഫെസിലിറ്റേറ്റിംഗ് സേഫ് ആൻഡ് ഈസി പേയ്മെൻറ്റ് ഓഫ് ഇ കൊമേഴ്സ് ട്രാൻസാക്ഷൻ. ഇ കൊമേഴ്സ് വാണിജ്യ വ്യാപാര പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പണപരമായിട്ടുള്ള ഇടപാടുകൾ വളരെയധികം എളുപ്പത്തിലും വളരെയധികം സുരക്ഷിതമായിട്ടും പൂർത്തീകരിക്കാൻ സഹായിക്കുന്ന ഒരു ഇ കൊമേഴ്സ് സേവനത്തെയാണ് ഈ പേയ്മെൻറ്റ് ഗേറ്റ്വേ എന്ന് പറയുന്നത്. ഇറ്റ് വെരിഫൈ ഒതൻറ്റിക്കേറ്റ് ആൻഡ് പ്രോസസ് ഡിഫറെൻറ്റ് മൂഡ്സ് ഓഫ് ഇ കൊമേഴ്സ് പേയ്മെൻറ്റ് ഇൻ ഓൺലൈൻ ട്രേഡിംഗ്. അതായത് ഓൺലൈൻ ട്രേഡിംഗ് വ്യാപാര വാണിജ്യ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പണപരമായിട്ടുള്ള ഇടപാടുകളെ വ്യത്യസ്തമായിട്ടുള്ള പണമിടപാടുകളെ പരിശോധിക്കുകയും അവയുടെ കൃത്യത എന്തുമാത്രം ഉണ്ട് എന്ന് വിലയിരുത്തുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അത് പൂർത്തീകരിക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനമാണ് ഇലക്ട്രോണിക് പേയ്മെൻറ്റ് ഗേറ്റ്വേ എന്ന് പറയുന്നത്. പിന്നെ മറ്റൊരു കാര്യമാണ് ഇറ്റ് ഈസ് യൂഷ്വലി ഓഫർ മൾട്ടിപ്പിൾ പേയ്മെൻറ്റ് ഓപ്ഷൻസ് ഇൻ ആൻ ഇ കൊമേഴ്സ് വെബ്സൈറ്റ്. അതായത് പേയ്മെൻറ്റ് ഗേറ്റ്വേ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രോണിക് ഇ കൊമേഴ്സ് വാണിജ്യ വ്യാപാര പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പണമിടപാടുകൾ പൂർത്തീകരിക്കുവാൻ കസ്റ്റമേഴ്സിന് വ്യത്യസ്തമായിട്ടുള്ള ഓപ്ഷനുകൾ നൽകുന്ന ഒരു പ്ലാറ്റ്ഫോമിനെയാണ് പേയ്മെൻറ്റ് ഗേറ്റ്വേ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഉദാഹരണം, നെറ്റ് ബാങ്കിങ് വേണമെങ്കിൽ ഉപയോഗിക്കാം, ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് പേയ്മെൻറ്റ് ചെയ്യാം, ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ചുകൊണ്ട് പേയ്മെൻറ്റ് ചെയ്യാം, ഇ ക്യാഷ് ഉപയോഗിച്ചുകൊണ്ട് പേയ്മെൻറ്റ് ചെയ്യാം, ഈ ചെക്ക് ഉപയോഗിച്ചുകൊണ്ട് പേയ്മെൻറ്റ് ചെയ്യാം. എങ്ങനെ വേണമെങ്കിലും നമുക്ക് എന്താണ് പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റും. ഈ തരത്തിലുള്ള കസ്റ്റമർ ഈ തരത്തിലുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പേയ്മെൻറ്റ് നടത്തുമ്പോൾ അതിൻ്റെ കൃത്യത എന്തുമാത്രമുണ്ട് എന്ന് വിലയിരുത്തുവാൻ നിങ്ങളെ സഹായിക്കുന്ന ഒന്നാണ് പേയ്മെൻറ്റ് ഗേറ്റ്വേ എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ ഏതെങ്കിലും തരത്തിൽ ആമസോണിൽ ഫ്ലിപ്കാർട്ടിൽ ഏത് തരത്തിൽ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ കരുതുക. അപ്പോൾ അവർ നമ്മളോട് പേയ്മെൻറ്റ് സ്റ്റാറ്റസ് എത്തുമ്പോൾ നമ്മളോട് ചോദിക്കും എന്ത് തരത്തിലുള്ള പേയ്മെൻറ്റാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ അല്ലെങ്കിൽ നെറ്റ് ബാങ്കിങ്ങോ അല്ലെങ്കിൽ ഈ ചെക്ക് ഉപയോഗിച്ചുകൊണ്ടാണോ അതോ ക്യാഷ് ഓൺ ഡെലിവറി ആണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ചോദിക്കും. ആ ഒരു പേയ്മെൻറ്റ് പ്ലാറ്റ്ഫോമിനെയാണ് നമ്മൾ പേയ്മെൻറ്റ് ഗേറ്റ്വേ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. It is safely transit and protect അക്കൗണ്ട് ഇൻഫർമേഷൻ ഓഫ് ദി കസ്റ്റമേഴ്സ്. അതായത് ഇ കൊമേഴ്സ് വാണിജ്യ വ്യാപാര പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് വാണിജ്യ വ്യാപാര പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന കസ്റ്റമേഴ്സ് പേയ്മെൻറ്റ് നടത്തുമ്പോൾ അവരുടെ ബാങ്ക് ഡീറ്റെയിൽസും പേഴ്സണൽ ഡീറ്റെയിൽസും പേയ്മെൻറ്റ് ഗേറ്റ്വേയിൽ ഡിഫറെൻറ്റ് പേയ്മെൻറ്റ് മെത്തേഡുകൾ വഴി കൊടുക്കുന്നുണ്ട്. ആ ഡീറ്റെയിൽസുകൾ സുരക്ഷിതമായിട്ടും വളരെയധികം ശ്രദ്ധയോടും കൂടി കൈകാര്യം ചെയ്യുവാൻ പേയ്മെൻറ്റ് ഗേറ്റ്വേ കസ്റ്റമേഴ്സിനെ സഹായിക്കുന്നു. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ പേയ്മെൻറ്റ് ഗേറ്റ്വേ ഹെൽപ്സ് ദ ബിസിനസ് ടു ട്രാക്ക് മിസ്യൂസ് ദ ക്രെഡിറ്റ് കാർഡ് ഓർ ഡെബിറ്റ് കാർഡ് സ്ക്രീൻ ഫ്രോഡ് പർച്ചേസസ്. അതായത് ക്രെഡിറ്റ് കാർഡിൻ്റെ ദുരുപയോഗവും അതുപോലെ തന്നെ ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ചുകൊണ്ടുള്ള തട്ടിപ്പും മോണിറ്റർ ചെയ്യുവാനും നിരീക്ഷിക്കുവാനും അവ തടയുവാനും പേയ്മെൻറ്റ് ഗേറ്റ്വേ സഹായിക്കുന്നു ബിസിനസ്സുകാരെ. പിന്നെ മറ്റൊരു കാര്യമാണ് ഇറ്റ് ഓഫർ ഫാസ്റ്റ് ആൻഡ് യൂസർ ഫ്രണ്ട്ലി പ്രോസസ്സിംഗ് പേയ്മെൻറ്റ് ഇൻഫർമേഷൻ. അതായത് പേയ്മെൻറ്റ് വിവരങ്ങൾ വളരെയധികം വേഗതയിലും അതുപോലെ തന്നെ എളുപ്പത്തിൽ പ്രോസസ്സ് ചെയ്യുന്നതിനും ഉപഭോക്താക്കളെ സഹായിക്കുന്ന ഒരു സംവിധാനമാണ് പേയ്മെൻറ്റ് ഗേറ്റ്വേ എന്ന് പറയുന്നത്. അതുവഴി ഉപഭോക്താക്കളുമായിട്ട് നല്ല രീതിയിലുള്ള ഒരു സൗഹാർദ്ദ ബന്ധം ഉണ്ടാക്കിയെടുക്കുവാൻ യൂസർ ഫ്രണ്ട്ലി റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കുവാൻ ബിസിനസ്സുകാർക്കും അതുപോലെ തന്നെ കസ്റ്റമേഴ്സിനും സാധിക്കുന്നു. ഇനി എന്തൊക്കെ തരത്തിലുള്ള പ്രവർത്തന തലങ്ങൾ എങ്ങനെയാണെന്ന് നമുക്ക് പ്രധാനമായിട്ടും പഠിക്കാം. എങ്ങനെയാണ് പേയ്മെൻറ്റ് ഗേറ്റ്വേ വർത്തിക്കുന്നതെന്നാണ് പ്രധാനമായിട്ടും പറയുന്നത്. എ പേയ്മെൻറ്റ് ഗേറ്റ്വേ ഫെസിലിറ്റേറ്റ് ദ ട്രാൻസ്ഫർ ഓഫ് ഇൻഫർമേഷൻ ബിറ്റ്വീൻ പേയ്മെൻറ്റ് പോർട്ടൽ ആൻഡ് ദ ബാങ്ക്. പേയ്മെൻറ്റ് ഗേറ്റ്വേ എന്ന് പറയുന്നത് പേയ്മെൻറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവരങ്ങൾ കൈമാറാൻ സഹായിക്കുന്ന ഒരു പോർട്ടലാണ് പേയ്മെൻറ്റ് ഗേറ്റ്വേ എന്ന് പറയുന്നത്. ബാങ്കിലേക്ക് മെർച്ചൻ്റ് ബാങ്കിലേക്ക്, അതായത് ഇ കൊമേഴ്സ് വാണിജ്യ വ്യാപാര പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വ്യാപാരിയുടെ അക്കൗണ്ടിലേക്ക് പണപരമായിട്ടുള്ള വിവരങ്ങൾ കൈമാറ്റം ചെയ്യാൻ സഹായിക്കുന്ന ഒരു പോർട്ടലായിട്ടാണ് പ്രധാനമായിട്ടും പേയ്മെൻറ്റ് ഗേറ്റ്വേ വർത്തിക്കുന്നത്. അത് പോർട്ടലിലേക്കും അതുപോലെ തന്നെ ബാങ്കിലേക്കും ഒരുപോലെ തന്നെ വിവരങ്ങൾ പണവിവരങ്ങൾ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻസ് കൈമാറ്റം ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഇടനിലക്കാരനാണ് എന്തെന്ന് പറയുന്നത് പേയ്മെൻറ്റ് ഗേറ്റ്വേ എന്ന് പറയുന്നത്. ഇറ്റ് ഇസ് ആക്ട് ആസ് ആൻ ഇൻ്റർമീഡിയറി ബിറ്റ്വീൻ യുവർ മെർച്ചൻ്റ് ഷോപ്പിംഗ് കാർട്ട് ആൻഡ് ഓൾ ഫിനാൻഷ്യൽ നെറ്റ്വർക്ക് ഇൻവോൾവ്ഡ് വിത്തിൻ ദി ട്രാൻസാക്ഷൻ ഇൻക്ലൂഡിംഗ് ദി കസ്റ്റമേഴ്സ് ബാങ്ക് ആൻഡ് ട്രേഡേഴ്സ് ബാങ്ക്. അതായത് പേയ്മെൻറ്റ് ഗേറ്റ്വേ എന്ന് പറയുന്നത് ഒരു ഇടനിലക്കാരനായി നിന്നുകൊണ്ട് സാധനങ്ങൾ വിൽക്കുന്ന വ്യാപാരിയുടെ ബാങ്ക് അക്കൗണ്ടും അതുപോലെ തന്നെ അതുകൂടാതെ തന്നെ പേയ്മെൻറ്റ് നടത്തപ്പെടുന്ന കസ്റ്റമേഴ്സിൻ്റെ പേയ്മെൻറ്റ് ബാങ്ക് അക്കൗണ്ടും തമ്മിലുള്ള ഒരു ഇൻ്റർമീഡിയറി ആയിട്ടാണ് പേയ്മെൻറ്റ് ഗേറ്റ്വേ വർത്തിക്കുന്നത്. ഇതിൻ്റെ അകത്ത് ഒരു കസ്റ്റമർ ഏതെങ്കിലും ഒരു വ്യാപാരിയുടെ കയ്യിൽ നിന്ന് ഏതെങ്കിലും ഒരു ഉൽപ്പന്നം ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കസ്റ്റമറിന് ആ വാങ്ങിയിരിക്കുന്ന ഉൽപ്പന്നത്തിൻ്റെ പൈസ മെർച്ചൻറ്റിന് ആ വ്യാപാരിക്ക് കൊടുക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് പേയ്മെൻറ്റ് ഗേറ്റ്വേ എന്ന് പറയുന്നത്. ആ പേയ്മെൻറ്റ് ഗേറ്റ്വേയുടെ വിൻഡോയിൽ മെർച്ചൻ്റ് ബാങ്ക് അക്കൗണ്ടുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ടാകും.
ദെൻ കസ്റ്റമറുടെ മുമ്പിൽ വ്യത്യസ്തമായിട്ടുള്ള പേയ്മെൻറ്റ് മെത്തേഡുകളും പ്രദർശിപ്പിച്ചിട്ടുണ്ടാകും. കസ്റ്റമറിന് ഡെബിറ്റ് കാർഡോ അദ്ദേഹത്തിൻ്റെ ക്രെഡിറ്റ് കാർഡോ അല്ലെങ്കിൽ ഈ ഫണ്ട് ട്രാൻസ്ഫറോ അല്ലെങ്കിൽ നെറ്റ് ബാങ്കിങ്ങോ അല്ലെങ്കിൽ ഈ ഇലക്ട്രോണിക് ചെക്കോ ഉപയോഗിച്ചുകൊണ്ട് പേയ്മെൻറ്റ് നടത്താം. ആ സമയത്ത് കസ്റ്റമർ ഏതെങ്കിലും ഒരു മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് പേയ്മെൻറ്റ് നടത്തുകയാണെങ്കിൽ കസ്റ്റമറുടെ ബാങ്ക് അക്കൗണ്ടുമായിട്ട് ആ പ്ലാറ്റ്ഫോമിനെ ബന്ധിക്കുവാൻ പേയ്മെൻറ്റ് ഗേറ്റ്വേ സഹായിക്കുന്നു. ഇങ്ങനെ കസ്റ്റമറുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും മെർച്ചൻ്റ് വ്യാപാരിയുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പൈസ കൈമാറ്റം ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഇൻ്റർമീഡിയറ്റ് ആയിട്ടാണ് പേയ്മെൻറ്റ് ഗേറ്റ്വേ വർത്തിക്കുന്നത്. ഇറ്റ് വെരിഫൈ ആൻഡ് ഒതൻറ്റിസിറ്റി ഓഫ് ക്രെഡിറ്റ് കാർഡ് ഓർ അതർ മൂഡ് ഓഫ് പേയ്മെൻറ്റ്സ്. അതായത് കസ്റ്റമർ ഇങ്ങനെ ഓൺലൈനായിട്ട് ഏതെങ്കിലും ഒരു വ്യാപാരിയുടെ കയ്യിൽ നിന്ന് വാങ്ങിയേക്കുന്ന സാധനങ്ങൾക്ക് പൈസ കൊടുക്കാൻ വേണ്ടി പേയ്മെൻറ്റ് ഗേറ്റ്വേയിൽ പ്രദർശിപ്പിച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു ഇലക്ട്രോണിക് പേയ്മെൻറ്റ് സംവിധാനം ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ കൃത്യത എന്തുമാത്രമുണ്ട് എന്ന് വിലയിരുത്തുന്നു. ഇറ്റ് ആക്ടിവേറ്റ് ഡിഫറെൻറ്റ് മൂഡ് ഓഫ് പേയ്മെൻറ്റ്. ഇതുകൂടാതെ തന്നെ എന്താണ് കസ്റ്റമേഴ്സിന് വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ പണപരമായിട്ടുള്ള കാര്യങ്ങൾ പൂർത്തീകരിക്കാൻ സഹായിക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള ഇലക്ട്രോണിക് പേയ്മെൻറ്റ് സംവിധാനങ്ങൾ, ഡെബിറ്റ് കാർഡ് പേയ്മെൻറ്റ്, ക്രെഡിറ്റ് കാർഡ് പേയ്മെൻറ്റ്, UPI പേയ്മെൻറ്റ്, ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ, ഇലക്ട്രോണിക് ചെക്ക്, ഇലക്ട്രോണിക് ക്യാഷ് പേയ്മെൻറ്റ്, നെറ്റ് ബാങ്കിങ് മുതലായിട്ടുള്ള ഡിഫറെൻറ്റ് പേയ്മെൻറ്റ് മോഡുകൾ പ്രദർശിപ്പിക്കുന്നു. കസ്റ്റമേഴ്സിന് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം. ടൈംലി സെറ്റിൽമെൻറ്റ് ഓഫ് പേയ്മെൻറ്റ്. അതായത് കസ്റ്റമർ ഏതെങ്കിലും ഒരു പേയ്മെൻറ്റ് മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് വ്യാപാരിക്ക് ഓൺലൈൻ പേയ്മെൻറ്റ് നടത്തുകയാണെങ്കിൽ കസ്റ്റമറും വ്യാപാരിയും തമ്മിലുള്ള പേയ്മെൻറ്റ് വേഗത്തിൽ സമയബന്ധിതമായിട്ട് പൂർത്തിയാക്കുവാൻ സഹായിക്കുന്നു. ഇറ്റ് ഇൻഫോം ദ മെർച്ചൻറ്റ് ദ നീഡ് ഫോർ എനി മോഡിഫിക്കേഷൻ ഇൻ ദി പേയ്മെൻറ്റ് സോഫ്റ്റ്വെയർ. അതായത് മെർച്ചൻ്റായിട്ട് വ്യാപാരിക്ക് അദ്ദേഹം വ്യത്യസ്തമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ കസ്റ്റമേഴ്സിന് ഓൺലൈനായിട്ട് വിൽക്കുമ്പോൾ കസ്റ്റമേഴ്സായിട്ടുള്ള ആളുകൾ വ്യത്യസ്തമായിട്ടുള്ള മെത്തേഡുകൾ ഉപയോഗിച്ചുകൊണ്ടായിരിക്കും പേയ്മെൻറ്റ് മെത്തേഡുകൾ ഉപയോഗിച്ചുകൊണ്ടായിരിക്കും വ്യാപാരിക്ക് പേയ്മെൻറ്റ് നൽകുന്നത്. അങ്ങനെ വരുമ്പോൾ ആ പേയ്മെൻറ്റ് നൽകുന്ന മെത്തേഡിൽ ഏതെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങളോ പരിഷ്കാരമോ കൊണ്ടുവരേണ്ടത് അനിവാര്യമാണെങ്കിൽ പേയ്മെൻറ്റ് ഗേറ്റ്വേ അത് മെർച്ചൻ്റ് വ്യാപാരി അറിയിക്കുന്നു. കാരണം കസ്റ്റമർ വ്യത്യസ്തമായിട്ടുള്ള ഇലക്ട്രോണിക് പേയ്മെൻറ്റ് സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡോ അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ, നെറ്റ് ബാങ്കിങ് ഉപയോഗിച്ചുകൊണ്ട് കസ്റ്റമർ പർച്ചേസ് ചെയ്തിരിക്കുന്ന ഉൽപ്പന്നത്തിന് ഏത് വ്യാപാരിയുടെ കയ്യിൽ നിന്നാണ് പർച്ചേസ് ചെയ്തിരിക്കുന്ന ആ വ്യാപാരിക്ക് പേയ്മെൻറ്റ് നൽകുന്നത് പേയ്മെൻറ്റ് ഗേറ്റ്വേയുടെ സഹായത്തോടു കൂടിയായിരിക്കും. അപ്പോൾ വ്യാപാരിയുടെ അക്കൗണ്ടിലേക്കായിരിക്കും പൈസ വന്നെ, അല്ലേ? അപ്പോൾ ഈ ഒരു സംവിധാനം, മെർച്ചൻ്റ് വ്യാപാരിയുടെ അക്കൗണ്ടിലേക്ക് ഇങ്ങനെ പേയ്മെൻറ്റ് നടത്താൻ കസ്റ്റമറിനെ സപ്പോർട്ട് ചെയ്യുന്ന ഇലക്ട്രോണിക് പേയ്മെൻറ്റ് സംവിധാനങ്ങളിൽ എന്തെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങളോ പരിഷ്കാരമോ കൊണ്ടുവരണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സോഫ്റ്റ്വെയറിൽ ഏതെങ്കിലും തരത്തിലുള്ള അപ്ഡേഷൻസ് കൊണ്ടുവരണമെങ്കിൽ അത് വ്യാപാരിയെ സമയബന്ധിതമായിട്ട് അറിയിക്കാൻ സഹായിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് പേയ്മെൻറ്റ് ഗേറ്റ്വേ എന്ന് പറയുന്നത്. പേയ്മെൻറ്റ് ഗേറ്റ്വേ ഓഫർ റൗണ്ട് ക്ലോക്ക് പേയ്മെൻറ്റ് സെറ്റിൽമെൻറ്റ് സർവീസ് ടു ദി സെല്ലർ ആൻഡ് ബയർ. അതായത് സാധനങ്ങൾ വാങ്ങുന്ന ആൾക്കും വിൽക്കുന്ന ആൾക്കും 24 മണിക്കൂറും പണമിടപാടുകൾ പൂർത്തീകരിക്കാൻ വേണ്ടിയുള്ള സേവനം പേയ്മെൻറ്റ് ഗേറ്റ്വേ വാഗ്ദാനം ചെയ്യുന്നു. ഇനി എന്തൊക്കെ തരത്തിലുള്ള അഡ്വാൻറ്റേജ് ആണ് പ്രധാനമായിട്ടും പേയ്മെൻറ്റ് ഗേറ്റ്വേക്ക് ഉള്ളതെന്നാണ് പറഞ്ഞു വരുന്നത്. ഇറ്റ് ഹെൽപ്പ് ദ മെർച്ചൻറ്റ് ഇൻ വെരിഫൈയിങ് ദ വാലിഡിറ്റീസ് ഓഫ് ഡിഫറെൻറ്റ് പേയ്മെൻറ്റ് സിസ്റ്റംസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യാപാരിയായിട്ടുള്ള ആളുകൾക്ക് വ്യത്യസ്തമായിട്ടുള്ള പേയ്മെൻറ്റ് രീതികളുടെ കാര്യക്ഷമത എന്തുമാത്രമുണ്ട്, അവയുടെ കൃത്യത എന്തുമാത്രമുണ്ട് എന്ന് വിലയിരുത്താൻ സഹായിക്കുന്ന ഒന്നാണ് പേയ്മെൻറ്റ് ഗേറ്റ്വേ എന്ന് പറയുന്നത്. വ്യാപാരികളായിട്ടുള്ള ആളുകൾക്ക് അവർക്ക് ലഭിക്കുന്ന പേയ്മെൻറ്റ് മെത്തേഡുകളുടെ കൃത്യതയും അതുപോലെ തന്നെ അതിൻ്റെ കാര്യക്ഷമതയും സുതാര്യതയും എന്തുമാത്രമുണ്ടെന്ന് വിലയിരുത്താൻ സാധിക്കുന്നു. പിന്നെ മറ്റൊരു കാര്യമാണ് ഇറ്റ് ഇൻഷുർ ദ സേഫ് ആൻഡ് സെക്യൂർ പേയ്മെൻറ്റ് സെറ്റിൽമെൻറ്റ്. അതായത് ശരിയായ രീതിയിൽ സാധനങ്ങൾ ബയേഴ്സായിട്ടുള്ള ആളുകൾക്കും സെല്ലേഴ്സായിട്ടുള്ള ആളുകൾക്കും സുരക്ഷിതമായ രീതിയിൽ പണമിടപാടുകൾ പൂർത്തിയാക്കാൻ സഹായിക്കുന്നു. ഇറ്റ് റെഡ്യൂസ് ദ ബർഡൻ ഓഫ് മെർച്ചൻറ്റ് ഇൻ ഗെറ്റിംഗ് പേയ്മെൻറ്റ് ഫ്രം ദി കസ്റ്റമേഴ്സിൻ്റെ കൈകളിൽ നിന്നും പേയ്മെൻറ്റ് ലഭിക്കുന്നതിൽ നേരിടുന്ന തടസ്സം ഇല്ലാതാക്കി മാറ്റുവാൻ ആർക്ക് സാധിക്കുന്നു? പേയ്മെൻറ്റ് ഗേറ്റ്വേ കൊണ്ട് വ്യാപാരികൾക്ക് സഹായിക്കുന്നു. പേയ്മെൻറ്റ് ഗേറ്റ്വേ സഹായിക്കുന്നു. അതായത് വ്യാപാരികളായിട്ടുള്ള ആളുകൾ ഏതെങ്കിലും തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ കസ്റ്റമേഴ്സിന് വിറ്റ് കഴിഞ്ഞാൽ കസ്റ്റമേഴ്സ് അതിന് പണം അടയ്ക്കുമ്പോൾ ഓൺലൈനായിട്ട് പണം അടയ്ക്കുമ്പോൾ വ്യാപാരികളായിട്ടുള്ള ആളുകൾക്ക് അവരുടെ അക്കൗണ്ടിൽ പൈസ ക്രെഡിറ്റ് ആകുവാൻ വേണ്ടിയുള്ള താമസം, അത് നേരിടുന്ന തടസ്സം ഇല്ലാതാക്കുവാൻ പേയ്മെൻറ്റ് ഗേറ്റ്വേ സഹായിക്കുന്നു. കസ്റ്റമേഴ്സിൻ്റെ മുമ്പിൽ വ്യത്യസ്തമായിട്ടുള്ള പേയ്മെൻറ്റ് മെത്തേഡുകൾ അവതരിപ്പിച്ചുകൊണ്ട് കസ്റ്റമേഴ്സിൻ്റെ പേയ്മെൻറ്റ് രീതി എളുപ്പത്തിലാക്കി മാറ്റുവാൻ
പേയ്മെൻറ്റ് ഗേറ്റ്വേ സഹായിക്കുന്നു. അതായത് ഇപ്പോൾ ഞാനൊരു വ്യാപാരിയാണ്, ഞാൻ ഓൺലൈനായിട്ട് ഏതെങ്കിലും ഒരു കസ്റ്റമർ സാധനം വിറ്റിട്ടുണ്ടെങ്കിൽ ആ കസ്റ്റമറിൻ്റെ മുമ്പിൽ ആ ഉൽപ്പന്നങ്ങളുടെ വില അടയ്ക്കാൻ വേണ്ടി ഞാൻ വ്യത്യസ്തമായിട്ടുള്ള പേയ്മെൻറ്റ് മെത്തേഡുകളായിരിക്കും അവതരിപ്പിക്കുന്നത്. ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ നെറ്റ് ബാങ്കിങ്ങോ ഇലക്ട്രോണിക് ചെക്കോ ഇ ക്യാഷ് പേയ്മെൻറ്റ് ഏത് മെത്തേഡാണ് വേണ്ടത് അത് തിരഞ്ഞെടുക്കാനുള്ള അവസരം കസ്റ്റമറിനുണ്ട്. അതുകൊണ്ട് തന്നെ കസ്റ്റമറിന് ഏതെങ്കിലും ഒരു മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് പെട്ടെന്ന് തന്നെ ആ ഉൽപ്പന്നങ്ങളുടെ വില എൻ്റെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യാൻ ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കുന്നു. ഈ തരത്തിൽ എന്താണ് വ്യാപാരികൾ നേരിടുന്ന വ്യാപാരികളായിട്ടുള്ള ആളുകൾക്ക് കസ്റ്റമേഴ്സ് നൽകുന്ന പേയ്മെൻറ്റ് ഡിലേ ഒഴിവാക്കുവാൻ ഈ പേയ്മെൻറ്റ് ഗേറ്റ്വേ എന്ന് പറയുന്ന സിസ്റ്റം കൊണ്ട് സാധിക്കുന്നു. ഇറ്റ് പ്രൊട്ടക്ട് ദ അക്കൗണ്ട് ഇൻഫർമേഷൻ ഓഫ് ദി കസ്റ്റമേഴ്സ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് സെക്യൂർ സെർവർ. അതായത് സുരക്ഷിതത്വമുള്ള സെർവറിൻ്റെ സഹായത്തോടു കൂടി കസ്റ്റമേഴ്സായിട്ടുള്ള ആളുകളുടെ അക്കൗണ്ട് ഡീറ്റെയിൽസും പേഴ്സണൽ ഡീറ്റെയിൽസും പേയ്മെൻറ്റ് നടത്തുമ്പോൾ നഷ്ടപ്പെട്ടു പോകാതെ സുരക്ഷിതമാക്കി വയ്ക്കുവാൻ ഇലക്ട്രോണിക് പേയ്മെൻറ്റ് ഗേറ്റ്വേ സഹായിക്കുന്നു. ഇറ്റ് എൻഷുർ ഫാസ്റ്റർ ആൻഡ് ഈസിയർ പ്രോസസ്സിംഗ് ഓഫ് പേയ്മെൻറ്റ് ഇൻഫർമേഷൻ. അതായത് പണപരമായിട്ടുള്ള പണ കൈമാറ്റവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവരങ്ങളെ ശരിയായ രീതിയിൽ സൂക്ഷിച്ചു വയ്ക്കുവാനും അതുപോലെ തന്നെ എളുപ്പത്തിൽ കൈകാര്യം ചെയ്യുവാനും കസ്റ്റമേഴ്സായിട്ടുള്ള ആളുകളെയും വ്യാപാരികളായിട്ടുള്ള ആളുകളെയും സഹായിക്കുന്നു. ഇറ്റ് പ്രിവെൻറ്റ് ഫ്രോഡ് ആൻഡ് ഇറർ പേയ്മെൻറ്റ് സെറ്റിൽമെൻറ്റ് ഇൻ ഇ കൊമേഴ്സ്. അതായത് ഇ കൊമേഴ്സ് വാണിജ്യ വ്യാപാര പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ കസ്റ്റമേഴ്സ് പേയ്മെൻറ്റ് നടത്തുമ്പോൾ ഫ്രോഡുലൻ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസോ അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള ആക്ടിവിറ്റീസോ തെറ്റായിട്ടുള്ള പണമിടപാട് രീതിയോ ഉണ്ടാകുന്നുണ്ടെങ്കിൽ കസ്റ്റമേഴ്സിൻ്റെ പണം നഷ്ടപ്പെട്ടു പോകാതെ ശരിയായ രീതിയിലുള്ള പണപരമായിട്ടുള്ള കൈമാറ്റം കൂടുതൽ സുരക്ഷിതമാക്കുവാൻ പേയ്മെൻറ്റ് ഗേറ്റ്വേ കസ്റ്റമേഴ്സിനെ വ്യാപാരികളെ സഹായിക്കുന്നു. അതായത് ഡെബിറ്റ് കാർഡിൻ്റെയും അതുപോലെ തന്നെ ക്രെഡിറ്റ് കാർഡിൻ്റെയും തെറ്റായിട്ടുള്ള ഉപയോഗം അതുപോലെ തന്നെ തെറ്റായിട്ടുള്ള ഫ്രോഡുലൻ്റ് ആയിട്ടുള്ള രീതിയിലുള്ള കൈമാറ്റ രീതി മുതലായിട്ടുള്ള കാര്യങ്ങളിൽ നിന്നും കസ്റ്റമേഴ്സിനെയും അതുപോലെ തന്നെ വ്യാപാരികളെയും സഹായിക്കുന്നതിന് പേയ്മെൻറ്റ് ഗേറ്റ്വേ പേയ്മെൻറ്റ് ഗേറ്റ്വേ അതിൻ്റെ ഒരു പേയ്മെൻറ്റ് ഗേറ്റ്വേ അതിനൊരു കാരണമായി മാറുന്നു. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമേഴ്സ് ഏതെങ്കിലും തരത്തിലുള്ള പേയ്മെൻറ്റ് നടത്തുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ഇററുകൾ സംഭവിക്കുന്നതോ അല്ലെങ്കിൽ ഫ്രോഡുലൻ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഉണ്ടാകുന്നതോ തടയുവാൻ പേയ്മെൻറ്റ് ഗേറ്റ്വേ കൂടുതൽ സുരക്ഷിതമായിട്ടുള്ള സോഫ്റ്റ്വെയർ സെർവറുകളും അതുപോലെ തന്നെ സെക്യൂർ സെർവറുകളും ഉപയോഗിക്കുന്നു. ഇനി എന്തൊക്കെ തരത്തിലുള്ള ലിമിറ്റേഷൻസ് ആണ് പ്രധാനമായിട്ടും നമുക്ക് പേയ്മെൻറ്റ് ഗേറ്റ്വേ ഉപയോഗിച്ചുകൊണ്ടുള്ള ട്രാൻസാക്ഷൻ ഉള്ളത് നമുക്ക് നോക്കാം. ചാൻസ് ഓഫ് മിസ്യൂസ് ദ പേഴ്സണൽ ഇൻഫർമേഷൻ. അതായത് ചില സമയത്ത് കസ്റ്റമേഴ്സ് ആയിട്ടുള്ള ആളുകളുടെ പേഴ്സണൽ ഇൻഫർമേഷൻസ് അത് ദുരുപയോഗം ചെയ്യപ്പെടാനുള്ള സാധ്യത പ്രധാനമായിട്ടും പേയ്മെൻറ്റ് ഗേറ്റ്വേയിൽ ഉണ്ട് എന്നാണ് പറഞ്ഞു വരുന്നത്. A payment gateway deal with the customer's information such as name, bank account, credit card details, password. There is the chance of misuse the sensitive information of the customers. അതായത് ഇ കൊമേഴ്സ് വാണിജ്യ വ്യാപാര പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പണമിടപാടുകൾ കസ്റ്റമേഴ്സ് പൂർത്തീകരിക്കുമ്പോൾ അവർ വ്യത്യസ്തമായിട്ടുള്ള ഈ പേയ്മെൻറ്റ് സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ടായിരിക്കും ഇലക്ട്രോണിക് പേയ്മെൻറ്റ് സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടായിരിക്കാം പണമിടപാടുകൾ പൂർത്തിയാക്കുന്നത്. ഡെബിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡ് അതുപോലെ തന്നെ നെറ്റ് ബാങ്കിങ് മുതലായിട്ടുള്ള ഇലക്ട്രോണിക് പേയ്മെൻറ്റ് സംവിധാനങ്ങൾ ഉപയോഗിക്കുമ്പോൾ അവരുടെ നെയിം അഡ്രസ്സ് ഡെബിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസ് എന്നിവ അവർ എൻട്രി ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇവ മിസ്യൂസ് ചെയ്യപ്പെടാനുള്ള സാധ്യത വളരെയധികമാണ് എന്നാണ് പറഞ്ഞു വരുന്നത്. പിന്നെ മറ്റൊരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് ഇറർ ഫ്രീ. അതായത് തെറ്റുകളിൽ നിന്ന് വിമുക്തമായിട്ടുള്ള ഒരു ഇലക്ട്രോണിക് പേയ്മെൻറ്റ് സംവിധാന സിസ്റ്റമല്ല പേയ്മെൻറ്റ് ഗേറ്റ്വേ എന്ന് പറയുന്നത്. അതായത് തെറ്റുകുറ്റമില്ലാത്ത ഒരു ഇലക്ട്രോണിക് പേയ്മെൻറ്റ് സംവിധാനമല്ല പേയ്മെൻറ്റ് ഗേറ്റ്വേ എന്ന് പറയുന്നത്. പേയ്മെൻറ്റ് ഗേറ്റ്വേ ഈസ് എ സോഫ്റ്റ്വെയർ മാൽ ഫങ്ഷനിങ് ഓഫ് ദി സോഫ്റ്റ്വെയർ വെയർ ഡിസ്ട്രാക്ട് എൻറ്റയർ സിസ്റ്റം ഓഫ് ദി പേയ്മെൻറ്റ് സെറ്റിൽമെൻറ്റ്. അതായത് ഏതെങ്കിലും തരത്തിലുള്ള സോഫ്റ്റ്വെയറുകൾക്ക് പേയ്മെൻറ്റ് ഗേറ്റ്വേ എന്ന് പറയുന്നത് ഒരു സോഫ്റ്റ്വെയർ ആണ്. ഏതെങ്കിലും തരത്തിലുള്ള സോഫ്റ്റ്വെയറിൽ അപ്ഡേഷൻസ് വരുന്നോ അല്ലെങ്കിൽ സോഫ്റ്റ്വെയറിൽ എറർ സംഭവിക്കുന്നതോ ആ പേയ്മെൻറ്റ് ഗേറ്റ്വേയുടെ മൊത്തത്തിലുള്ള സിസ്റ്റത്തെ ഇലക്ട്രോണിക് പേയ്മെൻറ്റ് സംവിധാനത്തെ മൊത്തത്തിൽ താറുമാറാക്കി കളയാൻ സാധ്യതയുണ്ട്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാർജിങ് ഓഫ് ഹൈ ഫീസ്. പേയ്മെൻറ്റ് ഗേറ്റ്വേ മേ ചാർജ് ഹയർ ആൻഡ് അൺഎക്സ്പെക്റ്റഡ് ഫീ ഫ്രം സെറ്റിൽമെൻറ്റ് ഓഫ് പേയ്മെൻറ്റ്സ്. അതായത് ഇലക്ട്രോണിക് വാണിജ്യ വ്യാപാര പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പണമിടപാടുകൾ കസ്റ്റമേഴ്സായിട്ടുള്ള ആളുകൾ പൂർത്തീകരിക്കുമ്പോൾ ആ പണമിടപാടുകൾ പൂർത്തീകരിക്കാൻ വേണ്ടി വലിയ രീതിയിലുള്ള ഫീസ് സംവിധാനങ്ങളാണ് വലിയ രീതിയിലുള്ള ചാർജുകളാണ് കസ്റ്റമേഴ്സിൻ്റെ കൈകളിൽ നിന്നും പേയ്മെൻറ്റ് ഗേറ്റ്വേ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം ചാർജ് ചെയ്യപ്പെടുന്നത്. ഇതും ഇതിൻ്റെ ഒരു പോരായ്മയായിട്ട് കണക്കാക്കപ്പെടുന്നു. ഇത്രയുമാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അപ്പം നമ്മുടെ മൂന്നാമത്തെ മൊഡ്യൂൾ തീർന്നിരിക്കുകയാണ്. ഇനി നാലാമത്തെ മൊഡ്യൂളാണ് സാറ് പറയുന്നത്. ഇപ്പോൾ പഠിപ്പിച്ചേക്കുന്ന ടോപ്പിക്കിൽ എവിടെയെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ക്ലിയർ ആയിട്ട് ചോദിക്കുക. ഓക്കെ, താങ്ക് യു.